ടു കോമഡി മാസ്റ്റേഴ്സ്. യെസ്, അപ്പോൾ കോമഡി മാസ്റ്റേഴ്സ് ഇവിടെ ആരംഭിക്കാൻ പോവാണ്. അതിന് മുമ്പ് ചെറിയൊരു തയ്യാറെടുപ്പിലാണ് ഞാൻ. ഓരോ സാധനങ്ങൾ ഇങ്ങനെ സെറ്റ് ചെയ്താൽ മാത്രമേ നമ്മുടെ മാസ്റ്റേഴ്സിന് എനിക്ക് പണി കൊടുക്കാൻ പറ്റുള്ളൂ. സെറ്റിംഗ് ഒക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇതൊരു ഗംഭീര ട്വിസ്റ്റ് നൽകുന്ന രീതിയിലുള്ള ഒരു ടാസ്ക് ആണ് ഞാൻ ആദ്യം തന്നെ പ്ലാൻ ചെയ്ത് വെച്ചിരിക്കുന്നത്. ഈ ടാസ്ക് ഗംഭീരമായിട്ട് പെർഫോം ചെയ്യാൻ വേണ്ടി നമുക്ക് നമ്മുടെ മാസ്റ്റേഴ്സിനെ കൂടെ സ്വാഗതം ചെയ്യാം. ലെറ്റ്സ് വെൽക്കം മാസ്റ്റർ. ഞാൻ വിചാരിച്ച തമന്നയും കൊണ്ട് വരുന്നു. പാവങ്ങളുടെ തമന്നൊക്കെ ഇതാരാ? പാവങ്ങളുടെ രമേർ സിംഗോ? മനസ്സിലായില്ല. ഇത് ഇന്ന് നമുക്ക് ഗെയിം ചെയ്യണ്ടേ? ഉപ്പും മുളകും. ഇതിലൊരു ഹൈലൈറ്റ് ഒരു സാധനമുണ്ട്. മാങ്ങയും ഉപ്പും നല്ല ടേസ്റ്റാ. ഹൈലൈറ്റ് നിങ്ങൾ തൊട്ടിരിക്കുകയാണ്. എലീനയുടെ കെട്ടിപ്പിടി. ഇതാണ് ഇന്നത്തെ ടാസ്കിന്റെ ഏറ്റവും വലിയ ഹൈലൈറ്റ് എന്ന് പറയുന്നത്. സംഭവം ഇത് എങ്ങനെയാണെന്നുള്ള ഞാൻ ആ പാട്ടൊക്കെ ഇട്ടിച്ച് സ്റ്റൈലായിട്ടൊന്നും വിചാരിച്ചു കുറച്ച് നിലവാരമുള്ള എന്തെങ്കിലും കിട്ടും. എലീനയുടെ കെട്ടിപ്പിടി. തമന്നയുടെ കെട്ടിപ്പിടി കഴിഞ്ഞ് വന്നേക്കണ ആളാ. ശരിയാ, അതുകൊണ്ട് കുഴപ്പമില്ല. പാവങ്ങളുടെ രീതിയിൽ പിന്നെ ഭയങ്കര സുഖം. സിനിമയുടെ കാര്യമൊക്കെ നമുക്ക് ഇങ്ങനെ സംസാരിച്ച് പറഞ്ഞ വെൽക്കം. അപ്പൊ എന്തായാലും ഈ ഗെയിം എങ്ങനെയാന്ന് പറഞ്ഞാൽ ഇപ്പൊ നിങ്ങൾക്ക് ഇതിൽ നിന്ന് ഒരു കാര്യം നമുക്ക് ചൂസ് ചെയ്യാൻ പറ്റത്തില്ല. കാരണം ഇങ്ങനെ നോക്കിയാൽ നമുക്കത് മനസ്സിലാവത്തില്ല. അതിനാണ് നമ്മൾ ഈ ചെറിയ ചെറിയ ചരടയിൽ ഇത് വെച്ചേക്കുന്നത്. അതെ, ഞാനമേ കളിയാ. ഈ ചരട് ഇങ്ങനെ മെല്ലെ ഇങ്ങനെ വലിക്കും. ഞാൻ വലിച്ചു കാണിക്കുന്നില്ല. ഇങ്ങനെ വലിക്കുമ്പോ ഏതെങ്കിലും ഒരെണ്ണം വലിഞ്ഞ് നിങ്ങളുടെ അടുത്തേക്ക് വരും. അത് നിങ്ങൾക്ക് സ്വന്തമാക്കാം. പക്ഷെ അപ്പോഴും നിങ്ങൾ ആലോചിക്കണം, ഇന്നത്തെ ഹൈലൈറ്റ് എന്ന് പറയുന്നത് ഇത് മിക്കവാറും കിട്ടാൻ പോകുന്നത് ദേവിക്കായിരിക്കും. എനിക്ക് കിട്ടുവാണെങ്കിൽ എനിക്ക് വേണ്ട, നിങ്ങൾ ആരെങ്കിലും എടുത്തു. ആണല്ലോ, അപ്പം ഞങ്ങൾക്ക് രണ്ടുപേർക്കെങ്കിലും ഒരാൾക്ക് തരും. കണ്ടോ ആ ആവേശം, ആ ഉന്മേഷം കാണൂ, കണ്ടു പടി. വേറെ കാര്യമുണ്ട്, ഇത് കിട്ടുകയാണെങ്കിൽ പരസ്യമായിട്ട് ഞാനില്ല. ഒരു കാര്യം ചെയ്യാം, ക്യാമറ ഓഫ് ആക്ഷൻ. എനിക്ക് താല്പര്യമില്ല, എനിക്ക് പരസ്യമായിട്ട് എല്ലാം ചെയ്യാൻ താല്പര്യമുള്ളൂ. അങ്ങനെയല്ല, ഇന്നത്തെ എപ്പിസോഡ് എന്താവോ എന്തോ. ഇനി ഒരു കാര്യം പറയും, ഇതൊക്കെ നാളൊക്കെ പറഞ്ഞാൽ ഉള്ളിന്റെ ഉള്ളിൽ വിങ്ങി പൊട്ടുവാ. അപ്പൊ ഗെയിം എന്തായാലും മനസ്സിലായല്ലോ. ഒരു തവണ ഒരു ത്രെഡിൽ നിങ്ങൾ തൊട്ടെന്ന് വിചാരിക്കാം. പിന്നെ അതങ്ങ് എടുക്കാനേ പറ്റുള്ളൂ. പിന്നെ മെല്ലെ വലിക്കാവുള്ളൂ. ഇതൊക്കെ ഞാൻ ചെയ്ത സെറ്റിംഗ്സ് ആയതുകൊണ്ട് ഇതേലൊന്ന് നൈസായിട്ട് ഒന്ന് പിടിച്ച് വലിക്കാവുള്ളേ. ആര് തുടങ്ങുന്നു ആദ്യം? ആർക്കാണ്? ശരി, നമുക്കൊരു കാര്യം ചെയ്യാം. തമന്നെ കൊണ്ട്, സോറി, ദേവിചന്ദ്രനെ കൊണ്ട് നമുക്ക് ചെയ്യാം. ദേവി ചേച്ചി, കം ഓൺ. ശരി, ഒരെണ്ണം ലൈൻ എടുക്കുക. മുളകാണോ പച്ചമുളകാണോ അതോ സൂപ്പർ. ആരോഗ്യത്തിന് വളരെയധികം നല്ലയുള്ള തോറ്റു തൊപ്പിട്ടെങ്കിലും അല്ല, ഇത് നെറ്റിക്കടിക്കണ്ടേ? അങ്ങനെയായിരുന്നു ഞാൻ വിചാരിച്ചിരുന്നത്. അതിനൊരു ടാസ്ക് കൊടുക്കാൻ തന്നു വിട്ടാ മതി. നല്ല ഹെയർ ഫോൾ ഉണ്ട്, നല്ലത്. അതാണ് കണ്ടോ. അപ്പൊ നമുക്കൊരു പോയിന്റ് തന്നു. പോസിറ്റീവ് ആയിട്ടാണ് എല്ലാം നല്ലതായിട്ട് നമ്മൾ കാണണം. മുട്ട കൊണ്ടുള്ള രണ്ട് പിന്നെ ഉപകാരങ്ങൾ പറയാം. അതായത് ഫുഡ് റിലേറ്റഡ് അല്ല. അതാ ഞാൻ പറഞ്ഞത്. മുട്ടയുടെ വെള്ള നമ്മുടെ തലയോട്ടിയിൽ തേച്ച് പിടിപ്പിച്ചു കഴിഞ്ഞാൽ ഹെയർ ഫോൾ കുറയും. പിന്നെ ഇത് മുട്ടയുടെ വെള്ളം കൊണ്ട് ഒരുപാട് ഗുണങ്ങളുണ്ട്. മുഖത്ത് തേക്കും, ഈ ഫൈൻ ലൈൻസ് ഒക്കെ കുറയാൻ നല്ലതാണ്. ശരിക്കും ഇതൊരു ബ്യൂട്ടി തെറാപ്പി കൂടിയാണ് മുട്ട എന്ന് പറയുന്നത്. സ്റ്റേജ് ഷോയ്ക്കൊക്കെ പോകുന്ന സമയത്ത് ഇഷ്ടംപോലെ ആദ്യം കിട്ടുക എന്നോടാണോ? ഞാൻ ദേവിയായിട്ട് പോയ ആ സമയത്ത് ഏത് സ്ഥലത്തായിരുന്നു, ഏത് ഷോ അങ്ങനെ ഇന്ന സ്ഥലമൊന്നുമില്ലേ? ആണ്. ശരി, എങ്കിൽ നാദിക്കെടുത്ത് ചോദിക്കാം, ഇന്റർനാഷണൽ മുട്ടയായിരുന്നോ നല്ലത്, നാട്ടിലെ മുട്ടയായിരുന്നു ഏറ്റവും നല്ലത്? മുട്ടയർ കിട്ടിയില്ല. ഇല്ല, അല്ലാതെ കുപ്പി ഇതുവരെ കിട്ടിയിട്ടില്ല കേട്ടോ. വില കൂടുതലാണല്ലോ. അതാണ് ആരൊക്കെ നമ്മുടെ അല്ലെങ്കിൽ നമ്മുടെ പരിപാടിക്ക് കണ്ടിട്ട് 2 രൂപ. അല്ല, ഇത് എന്താ കാര്യം അറിയോ? ഇത്ര വിലപിടിപ്പുള്ള സാധനമായിട്ട് ആരും വന്നിരിക്കുന്നത്. പണ്ടൊരു പെരുമ്പാവൂർ സന്തോഷില്ലേ, അനൗൺസ് ചെയ്തിട്ട് നേരെ വന്നിട്ട് ബാക്ക് സ്റ്റേജിലോ കിട്ടിയിട്ടുണ്ട്. വേറെ തമാശക്കൊക്കെ അവർക്ക് ഈ കോളേജ് പ്രോഗ്രാമിനൊക്കെ ചെല്ലുമ്പോഴാണ് അവർക്ക് അവിടത്തുള്ള പിള്ളേർക്ക് ഷൈൻ ചെയ്യുന്നതിന്റെ ഒരു ഭാഗമാണല്ലോ ഈ മുട്ടയുള്ള കാര്യങ്ങളൊക്കെ. മുട്ട നമ്മൾ തിരിച്ചിവിടെ റീപ്ലേസ് ചെയ്യാൻ കൊണ്ടുപോയി ചെയ്താൽ മതി. പെർഫെക്റ്റ്. അപ്പൊ അങ്ങനെ ദേവി ചേച്ചിയുടെ ചാൻസ് കഴിഞ്ഞിരിക്കുകയാണ്. ഇനി ഇറ്റ്സ് ബിറ്റ്വീൻ നാദിക ആൻഡ് ഷാജൻ ചേട്ടൻ. ആർക്കാണ് വേണ്ടത്? നാദിക അത് തന്നെ എടുക്കും, കെട്ടിപ്പിടുന്നത് കണ്ടാണോ? ആണോ? വലിച്ചോ നേരിട്ട് വലിക്ക്.
ഒരു കള്ളത്തരം കാണിച്ചു ഇവിടെ ഇല്ലേ? മാറ്റി പിടിച്ചു, ഒരെണ്ണം അനങ്ങ് നോക്കട്ടെ, അതങ്ങ് വിട്ടു. മാറ്റി പിടിച്ചു. ഇല്ല 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 വിട് വിട് വിട്. ഉറപ്പാണോ? വിട് വിട്. മാറ്റി പിടിച്ചു. ഇല്ല മാറ്റി പിടിച്ചിട്ടൊന്നുമില്ല. പച്ച മനുഷ്യന് പച്ചമുളക് കിട്ടിയിരിക്കുന്നു. അതെ, അല്ല, പച്ചമുളക്. ഇതൊന്നും കാരണം അറിയോ? ഇത് കഴിച്ച് തിന്നാനുള്ളതാണ്. അല്ല 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 എന്താ കാര്യം അറിയോ? അങ്ങനെയായിരുന്നെങ്കിൽ ദേവി ഇത് ഇങ്ങനെ പൊട്ടിച്ചു പൊട്ടിച്ച് ഇല്ല, കഴിക്കണം അത് പിന്നെ. ദേവചേച്ചി വെജിറ്റേറിയൻ ആണെന്ന് എനിക്ക് അറിയാം. അല്ല എനിക്ക് എന്താ അറിയോ പച്ചമുളക് ഞാൻ കഴിക്കാറില്ല സാധാരണ. അല്ല അതെങ്ങനെ തന്നെയല്ല. കഴിക്കണം? ഹലോ കിഷോർ പച്ചമുളക് ഇല്ലാതെ ഇത് ബുൾസ ഉണ്ടാക്കി കഴിക്കില്ല. ഓംലെറ്റ്. അപ്പൊ അത് ഇതിന്റെ കൂടെ കൊടുത്തിട്ട് ഇതിന്റെ കൂടെ കൊടുത്തേക്കാം. അതെ. അങ്ങനെ പറ്റത്തില്ല. അല്ല അങ്ങനെ പറ്റത്തില്ല. അങ്ങനെ എന്റെ ജോലി പോകും. ഇല്ല 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 ഇത് തിന്നാനൊന്നും പറ്റുന്നില്ല. അയ്യോ ഇത്ര സാധനങ്ങൾ ഉണ്ടായിരുന്ന പിന്നെ നാദിക്ക പച്ചമുളക് വരെ നിസ്സാരമായിട്ട് ഒരു കടി അടിച്ചാൽ എന്നാ കുഴപ്പം? എനിക്കുന്നുണ്ടോ? ഇല്ല ഇല്ല ഉറപ്പല്ലേ? ഏയ് പിന്നെ ഇത്രയും ഈ കുഞ്ഞ് പച്ചമുളക് അടിച്ച് അന്ന പിന്നെ അങ്ങ് പോകുന്ന സ്പിരിറ്റൊക്കെ കഴിച്ച് തീർക്കുക. വേണ്ട നോ. വൈകിട്ട് വരെ ഇരിക്കാൻ വേണ്ട മതി മതി. ആ സ്പോർട്സ് ഒരു ചെറിയ കടി എടുക്കും. അടിപൊളി. അങ്ങനെ ആശ്വാസം നിറഞ്ഞിരിക്കുകയാണ് ഷാജൻ ചേട്ടന്. നെഞ്ചിൽ പോടെ എലീനയുടെ കെട്ടിപ്പിടുത്തം. ചേട്ടനിലാണ്. എലീനയുടെ കെട്ടിപ്പിടുത്തമാണോ? ആ അതാണ്. അങ്ങനെ വേണം നിനക്ക്. വന്നോളൂ 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 ഓ അങ്ങനെ വന്നോളൂ വന്നോളൂ. ഞാനാണോ കെട്ടിപ്പിടിക്കേണ്ടത്? എലീനയുടെ കെട്ടിപ്പിടുത്തം ഓക്കെ ഉരുണ്ട പോട്ടെ. നിന്നോ അയ്യോ നോ. തിരിഞ്ഞോ എല്ലാരും കണ്ണടച്ചോ? ഇതാണോ കെട്ടിപ്പിടുത്തം? ഇതല്ല ഞങ്ങള് പ്രതീക്ഷിച്ചത്. ഞങ്ങള് ഇത് കുറച്ചുകൂടിയൊക്കെ പ്രതീക്ഷിച്ചത്. ഭയങ്കര ഡീസന്റ് ആണ് അത്. ഈ നമ്മളല്ലേ പാട്ടൊക്കെ ഇട്ടപ്പോ ഞങ്ങള് വിചാരിച്ചിപ്പം ചാന്ത് തുടങ്ങിയൊരു അതല്ലേ പറഞ്ഞെ, ആ പാട്ടിട്ടവരെ എനിക്ക് കിട്ടണം. ആ പാട്ടിട്ടവരെ എനിക്ക് കിട്ടണം. ഒരു അല്ല ഇത്ര ചരടിനിടയ്ക്ക് ഞാൻ അത് തന്നെ തെരഞ്ഞു പിടിച്ചാ സാധിച്ചു. അതാണ് ഞാൻ പറഞ്ഞത്. പക്രുചേട്ടനെ അറിയാം. ഇത് കാണുമ്പോൾ വളരെയധികം സന്തോഷം അല്ല സങ്കടം തോന്നുന്നു. റോഹിത്തെ നിനക്കും തോന്നും. പക്ഷെ എല്ലാരും വായിച്ചു കളഞ്ഞു. എല്ലാം കഴിഞ്ഞു. സംഭവങ്ങൾ കഴിഞ്ഞു. പോലെയാണ് ഞാൻ ഷാജൻ ചേട്ടനെ അത് കണ്ടത്. തന്നെ. അച്ഛനെങ്കിൽ അച്ഛൻ എന്ത് ഭാവിക്കോട്ടെ. ഓക്കെ ഡൺ. അങ്ങനെ എലീനയുടെ കെട്ടിപ്പിടുത്തം കഴിഞ്ഞിരിക്കുകയാണ്. ഇനി അടുത്തത് ഇതിനെന്തെങ്കിലും ഗുണമെങ്കിലും ഉണ്ടായാലേ. ഇത് ഒറിജിനൽ വെയിറ്റ് അല്ല ഒറിജിനൽ വാച്ച് ആണ്. നിങ്ങൾ വിചാരിക്കും ഞാൻ വെറുതെ ഷോപ്പ് പീസ് ആയിട്ട് വെച്ചേക്കുവാന്ന്. അല്ലതാ പാക്കറ്റ് പൊട്ടിക്കാതെ വലിച്ചതോ വല്ല പ്രയോജനമുള്ള എന്തെങ്കിലും വലിച്ചിരുന്നെങ്കിൽ 40,000 രൂപയുടെ അതാ പറഞ്ഞെ. വാച്ചാ. സ്മാർട്ട് വാച്ച് എന്നൊക്കെ പറയും. പച്ചമുളകും മോട്ടയും എലീനയുടെ കെട്ടിപ്പിടുത്തവും. ശരി അപ്പൊ എന്തായാലും അടുത്തത് എനിക്ക് തോന്നുന്നു. ഇനി അടുത്തത് എന്നാ ഒരു ദേഷ്യം നാദിക്കൊക്കെ ഇങ്ങനെയൊക്കെ ചാഞ്ചേട്ടോട് എന്നോടാണ് വിട്ടുകളാ മറന്നേക്കുന്നത്. നമുക്ക് ഇനി ഇങ്ങനത്തെ പോട്ടെ, game പോട്ടെ. ചെയ്യാം. ആ ദേ ചേച്ചി യോ ചാൻസ്. ദൈവമേ ശരിക്കും വാച്ചാണ് മാങ്ങയാവാനാണ് സാധ്യത. അല്ല അതെന്നാ നക്ഷത്ര ശബ്ദം നക്ഷത്ര ശബ്ദം. സ്റ്റാറിന്റെ ശബ്ദം ചെയ്യണം. അതെ സ്റ്റാറിന്റെ ശബ്ദമാണ്. ദേവി ചേച്ചി എപ്പോഴെങ്കിലും ഏതെങ്കിലും സ്റ്റേജിലോ സ്റ്റാറുകളുടെ ശബ്ദം ചെയ്തിട്ടുണ്ടോ? കലാതിലകമായി. ഇപ്പൊ ചെയ്യാം. അതെ ദേവി ചേച്ചിക്ക് പറ്റുന്ന ഒരെണ്ണം. ദേവിചന്ദ്രൻ ഞങ്ങൾക്ക് വേണ്ട. എന്റെ ശബ്ദം ചെയ്യാം. അല്ല അത് വേണ്ട. വേറെ എന്താണോ മതി. അത് ഞാനാ പാടേണ്ടത്. ഇത് കിട്ടിയത് നിങ്ങളല്ലേ ഇടേണ്ടത്. ഒന്നുകൂടെ പറഞ്ഞത് കറക്റ്റ് ആയിരുന്നുണ്ടോ? നന്നായിട്ട് തന്നെ അത് പരിശ്രമിച്ചു. ഇനി അടുത്തത് ഷാജൻ ചേട്ടൻ നാദിക്ക. ഓക്കെ കണ്ടുവച്ചിട്ടുണ്ടേ നോക്കൂ. ഒന്നുമില്ല. പോയി വാച്ച് പോയി. കൺഗ്രാറ്റുലേഷൻസ്. കോടികൾ വില വരുന്ന വാച്ചുകളുടെ ഇടയിലേക്ക് 40,000 രൂപയുടെ വാച്ച് പോവാണ്. നാദിക്കയുടെ ഏറ്റവും എക്സ്പെൻസീവ് വാച്ച് കയ്യിൽ യൂസ് ചെയ്യുന്ന ഏതാ നാദിക്ക? അങ്ങനെയൊന്നുമില്ല. അതാ ഞാൻ പറഞ്ഞ കോടികളുടെ ഇടയ്ക്ക് 40,000 ഒരു വാച്ച് എത്തുകയാണ്. നമ്മള് ചെറിയ റോളക്സ് ഉണ്ട്. അല്ല എനിക്കൊന്ന് വാച്ചിന്റെ കളക്ഷൻ ഉണ്ടോ? അതൊക്കെ ഒരുപാട് കളക്ഷൻ ഉണ്ട്. അല്ല ഇടയ്ക്കിടയ്ക്ക് അങ്ങനെ റോളക്സ് ഉണ്ട്. റോളക്സ് ഉണ്ട്. ശരി പൊട്ടിക്കണ്ട ഞാൻ തരാം. അതിന് കിട്ടില്ലെന്ന് വിചാരിച്ചിട്ട് അതും പോയി. അതും പോയി.
ഈ വാച്ച് കിട്ടിയപ്പോൾ എന്ത് തോന്നുന്നു? വാച്ചിട്ടിപ്പോ അത് വർക്ക് ചെയ്യുമെന്ന് ആദ്യം നോക്കണം. അത് ചെയ്യും, വർക്ക് ചെയ്യും. പുതിയ സാധനം. കാരണം എന്തറിയോ, ഇവിടുന്ന് ഈ നിന്റെ സെറ്റപ്പിൽ കിട്ടിയേക്കണ എന്റെ സെറ്റപ്പ് എന്ന് പറയരുത്. ഇത് original വേറെ സാധനം. ആരെയാണെങ്കിലും കുഴപ്പമില്ലായിരുന്നു. എന്നെ ഡൗട്ട് ഒരു മിനിറ്റ് ഒന്ന് പ്രേക്ഷകരെ നിങ്ങൾ ഇത് കാണുക. എന്നെ അല്ല കറക്റ്റാ, അത് കൊള്ളാം കേട്ടോ. ഇംഗ്ലീഷ്, ടർക്കി, പിന്നെ ഇറ്റാലിയൻ, ഉപകാരപ്പെടുന്ന ഒന്നുമില്ല. എല്ലാ പെണ്ണുങ്ങളും വേറെ വെച്ചേ. മലയാളം ഉണ്ടോ? പിന്നെ അതേലൊക്കെ പിടിച്ച് അമർത്തല്ലേ അവസാനം സെറ്റ് ചെയ്യാം. കേട്ടോ, അപ്പൊ ഇംഗ്ലീഷ് ആണ് ഇപ്പൊ നാദികയ്ക്ക് വേണ്ടത്. മലയാളം ഇതിലില്ലല്ലോ. ഇംഗ്ലീഷ് സിമ്പിൾ ആയിട്ടുള്ള സാധനമാണ്. കൺഗ്രാറ്റുലേഷൻ. ഓക്കെ, താങ്ക് ആ ഡ്രസ്സിന് കറക്റ്റ് മാച്ച് ആണ്. അത് അടിപൊളി. ഒരെണ്ണെങ്കിലും പച്ചമാങ്ങ ഉള്ളു, എടുത്തോണ്ട് പോവാൻ. ഓക്കെ, അല്ലല്ല ഇനിയുണ്ടോ 1 2 3 4 5 എണ്ണം ഉണ്ട്. പക്ഷെ ഇതിന്റെ അകത്തൊരു സർപ്രൈസ് ഇല്ലേ? 2 എണ്ണത്തിൽ സർപ്രൈസ് ഉണ്ട്. ചേട്ടാ ഓക്കെ യെസ് ഷാൻ ചേട്ടാ, ഹിയർ യു ഗോ. ഷാജൻ ചേട്ടന് ഏതായിരിക്കും ലഭിക്കുക? സർപ്രൈസ് ഗിഫ്റ്റ് ആണോ അതോ വീണ്ടും വലിക്കരുത്. പണിയായിരിക്കോ ഏതാന്നുള്ളത് നോക്കാം. മെല്ലെ ഞങ്ങളുടെ മറ്റൊരു സ്പെഷ്യൽ ഗോൾഡൻ ഗിഫ്റ്റ് ആണ് അത്. അടിപൊളി. ഗംഭീരം. തുറന്നു നോക്കിക്കോളൂ. അല്ലല്ല അങ്ങനെയൊന്നുമല്ല. അതൊരു ബോക്സ് ഞാൻ സത്യം റോജ, അല്ല നല്ലൊരു സാധനമാ. നീലക്കൊടുവേലി. കൊടുവേദിയോ? അത് തുറക്കാൻ പോലും പറ്റില്ല. യെസ് അതാ തുറന്നിരിക്കുകയാണ്. ആ ഒരു റബ്ബർ ബാൻഡിൽ അത് എന്തോ ഒരു മെസ്സേജ് ആണ് അത് പറഞ്ഞിരിക്കുന്നത് ആ ഒരു സർപ്രൈസിന്റെ ഉള്ളിൽ. ഓ വാട്ട് എ ഗോൾഡൻ മൊമെന്റ് ഗൈസ്. എന്താണ് പറ? ആരോട് പറയരുതെന്നാ പറഞ്ഞോ? എന്താണ് പറ്റൂലേ? പറ. എപ്പിസോഡിന്റെ അവസാനം അറിയോ? ഇല്ല, ആരോടും പറയരുതെന്നാ. പറന്ന് ആരോടും പറയരുതെന്നാന്ന് എഴുതിയേക്കുന്നതാണോ? ആരോടും പറയരുത്. ആരോടും പറയണ്ട. ശരി, അപ്പൊ ഈ റബ്ബർ ബാൻഡ് ഇന്നത്തെ എപ്പിസോഡ് മൊത്തം നമുക്ക് അതും പോയി. എന്നാലും എലീനയുടെ കെട്ടിപ്പിടുത്തമാണ് കിട്ടിയിരിക്കുന്നത്. ശരി, ഈ വാച്ച് കൊണ്ടൊക്കെ എന്തെങ്കിലും പ്രയോജനം ഉണ്ടോ? വാച്ച് വെറുതെ ടൈം നോക്കാനും കോൾ എടുക്കാനും അല്ലേ? അതുപോലെയാണോ നമ്മുടെ ഇന്നത്തെ എപ്പിസോഡ്? ശരി, കമോൺ ദേവി ചേച്ചി. അടുത്തത് എത്ര പേർക്കുണ്ട്? ഇനി 3 എണ്ണം കൂടെ ഉണ്ട്. ലാസ്റ്റ് റൗണ്ട്. ദേവി ചേച്ചി കമോൺ. ഇനി 3 എണ്ണേ ഉള്ളൂ. 4 എണ്ണം ഉണ്ട്. ആ ഒരെണ്ണം ഞാൻ എടുക്കാം. ഒരെണ്ണം ഞാൻ എടുക്കാവേ. എടുത്തോ. മറ്റൊരു സർപ്രൈസ് ഗിഫ്റ്റ് ആണ് ദേവി ചേച്ചിക്ക് ലഭിച്ചിരിക്കുന്നത്. ഈ ഗ്ലാസിന്റെ ഉള്ളിൽ ഒളിഞ്ഞിരിക്കുന്നത് ആരാണ്, എന്താണ്, എപ്പോഴാണെന്നുള്ളതാണ് നമ്മൾ അറിയാൻ പോകുന്നത്. Are you ready? Yes, I am ready. അനങ്ങല്ലേ? നോക്ക്. നിങ്ങളുടെ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്ന ഒരു ഞങ്ങളുടെ കാലഘട്ടം ഇപ്പൊ ഇവിടെ കിട്ടുന്നില്ലത്. പിന്നെ ഇപ്പൊ കിട്ടിയത് പ്ലാസ്റ്റിക് കൊണ്ടാണ് ഉണ്ടാക്കിയത്. അങ്ങനെയല്ല, എനിക്ക് പറഞ്ഞറിയാം. എനിക്കിഷ്ടം അതല്ല, പഴയ ടേസ്റ്റ് ഇപ്പൊ ഇല്ലാന്ന്. അല്ല കാര്യല്ലേ ഞാൻ പറഞ്ഞത്. ഈ സാധനത്തിന്റെ പഴയ ടേസ്റ്റ് ആണോ ഇപ്പോൾ? ഇതിന്റെ പേരെന്നാ? ഇതിന്റെ പേരറിയില്ല. നാരങ്ങ മുട്ടായി എന്നായിരുന്നോ? ഇത് വെച്ച് നാശിക ഒരു പാട്ട് വരെ ഉണ്ടാക്കി. നാരങ്ങ മുട്ടായി ഞങ്ങളുടെ ജനറേഷന് വേണ്ടി ദിലീപാടിയല്ലേ? നാരങ്ങ മുട്ടായി ഞാൻ പണ്ട് മേടിച്ച നാരങ്ങ മുട്ടായി, നീ എന്ന് തിന്നൊരു നാരങ്ങ മുട്ടായി, എന്ത് രസമാണ് നാരങ്ങ മുട്ടായി. നല്ല പാട്ടായിരുന്നു. ഓക്കെ, അപ്പൊ നാരങ്ങ മുട്ടായി നമുക്ക് ഇവിടെ തന്നെ വെക്കാം. ഇടയ്ക്കിടയ്ക്ക് വെക്കാം. ഇനി അടുത്തത് അല്ല, ഞാൻ കഴിഞ്ഞില്ലേ? ഇല്ലല്ലോ, ഒരെണ്ണം കൂടെ ഉണ്ട്. അടുത്ത റൗണ്ടല്ലേ? എന്നെ ഇങ്ങനെ പേടിക്കുന്നേ. കണ്ടോ, ഒരു നല്ല സാധനം കിട്ടിയപ്പോ അങ്ങ് തീർന്നേ. അവിടെ തന്നെയാ വീണ്ടും ശ്രദ്ധ. ഓക്കെ, ഞങ്ങളുടെ കൂടെയാണ്. ഇതുവരെ ഞങ്ങൾക്ക് അങ്ങനത്തെ ഒരു മുഹൂർത്തം കിട്ടാത്തതാണ്. പക്ഷെ ഇന്ന് അതൊക്കെ ഞങ്ങൾക്ക് വേണ്ടി ഗംഭീര മ്യൂസിക് കിട്ടും. ഇതാണ് എന്റെ ചടല്. പ്ലീസ്
ഒരു സെക്കൻഡ് കഴിഞ്ഞു വാ. ഇതിപ്പോ ചടല നിർത്തം നമുക്കായിരുന്നു പക്ഷെ എന്നാലും നാദിക ആ ഒരു എന്നാ പറയാ ബ്ലഷും നോട്ടി. അടുത്ത് ഷാജോൻ വലിച്ചു. സമയം കളയണ്ട, മാങ്ങ അങ്ങ് എടുക്കാം. എങ്ങനെ കറക്റ്റ് മനസ്സിലാക്കുന്നേ? ബാക്കിയുള്ളത് ഇതൊക്കെയല്ലേ ഉള്ളൂ. ഉപ്പും കൂട്ടി എന്നൊക്കെ കോമ്പിനേഷൻ ആണ് നോക്കിയേ. നാരങ്ങ മുട്ടായി മാങ്ങ എല്ലാം കൂടെ പറ്റില്ല കേട്ടോ. വേണ ഇന്ന് എപ്പിസോഡ് ചെയ്യാറില്ല. പിന്നെ കഴിക്കാം. ഓക്കെ, അപ്പൊ ഇതാണ് എലീനക്കുള്ള അടിമക്കണ്ണ്. ആ അതെ 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 അതെ. അടിമക്കണ്ണ് ശരിക്കും എന്താണെന്നറിയോ? ഞങ്ങളുടെ എല്ലാം അടിമയാക്കും. എല്ലാവരുടെയും ഇല്ല. ഞങ്ങളുടെ 3 പേരെ അടിമയാക്കും. അല്ല അങ്ങനെയല്ല, ഇത് ഞാനിന്ന് ഇങ്ങനെ എടുക്കുമ്പോ എനിക്ക് നിങ്ങളിൽ ഒരാളെ അടിമയാക്കാന്നുള്ളതാ. അതൊക്കെ ചാനലിന്റെ സിസ്റ്റം. ഞങ്ങളുടെ സിസ്റ്റം അതല്ല. അല്ല എലീന അടിമ. എലീന ഞങ്ങളിൽ ഒരാളുടെ അടിമ. അതിലാരെ വേണം ചൂസ് ചെയ്തു. ഞങ്ങൾ പറയുന്നത് കേൾക്കണം. അതെ അതെ, നമ്മൾ പറഞ്ഞ ഞങ്ങൾ എന്ത് പറയുന്നത് അതൊക്കെ എലീന സെക്കൻഡ് ചെയ്യണം. അതാണ്. നിങ്ങൾ 3 പേരുടെ ഞാൻ കേൾക്കണോ? അത് വേണം. ശരി, 3 പേരുടെ അടിമ. പക്ഷെ നിങ്ങൾ എനിക്ക് അങ്ങനെ പണി തരണം. ഞങ്ങള് വന്നതേ അതിനാ. ഇവിടെ വെറുതെ ആങ്കറിങ് മാത്രമല്ല, നിങ്ങൾ ചായ തരാൻ പറയുമ്പോൾ ഞാൻ എപ്പിസോഡിന്റെ ഇടയ്ക്ക് കൊണ്ടുവന്ന് നിങ്ങൾക്ക് ചായ തരും. ഉറപ്പായിട്ടും. പിന്നെ ദേവി ചേച്ചിക്ക് വീശി തരണം സ്കിറ്റിന്റെ ഇടയിൽ പറഞ്ഞാൽ ഞാൻ അത് ചെയ്ത് തരും. ഞാൻ കിടക്ക് ചെറിയൊരു മെസ്സാജ് ഒക്കെ വേണം. കയ്യിലത് ഇവിടെ ഇങ്ങനെ പയ്യെ അടിമക്കണ്ണ് ഇപ്പൊ തന്നെ ചെയ്യും. മതി മതി മതി. ഇവിടെ കുറച്ച് താഴത്ത്. ഓക്കെ ഇപ്പഴേ തുടങ്ങിയോ? ഈ ബട്ടൺ ഡോണ്ട് ടച്ച്. ബോഡി ടച്ച് പാടില്ല. ബോഡി ടച്ച് പാടില്ല. ഇത് പോയിട്ട് വന്നതാണോ? ഓക്കെ, താങ്ക് യു. രാശിക്ക് പല ആഗ്രഹങ്ങളുണ്ട്. പിന്നെ പറയാം. ഞാൻ രഹസ്യമായിട്ട് പറയാം. പബ്ലിക്കായിട്ടില്ല. അപ്പൊ ഇന്നത്തെ എപ്പിസോഡ് നിങ്ങൾക്ക് കിട്ടിയിരിക്കുന്ന ഏറ്റവും വലിയൊരു സുവർണ അവസരം എന്ന് പറയുന്നത് നിങ്ങൾക്ക് ഒരു അസിസ്റ്റന്റിനെ കിട്ടിയിരിക്കുകയാണ്. അസിസ്റ്റന്റ് എന്നൊക്കെ കൂടിപ്പോയി, ഒരു അടിമക്കണ്ണിനെ കിട്ടിയിരിക്കുകയാണ്. ഞാൻ തന്നെയാണ് അത് ഗൈസ്, ഞാൻ തന്നെയാണ്. അപ്പോഴേ തൽക്കാലം നമുക്ക് ഈ സെഗ്മെന്റ് ഒന്ന് വൈൻഡപ്പ് ചെയ്യാം. എന്നിട്ട് ഈ ക്ഷീണമൊക്കെ ഒന്ന് മാറ്റി ചിരിക്കാനുള്ള സ്കിറ്റുമായിട്ട് നമുക്ക് വരാം. അതിന് മുമ്പ് ഒരു ചെറിയ പാട്ടും കൂടെ തരുവാണെങ്കിൽ ഈ ഒരു ചളുപ്പ് ഞങ്ങളൊന്ന് ഡാൻസ് കളിച്ചൊക്കെ തീർക്കായിരുന്നു. ഗൈസ്, ഒരു പാട്ട്. അങ്ങോട്ട് പോണോ? ഓ, ഇങ്ങനെ കിട്ടുന്നോ? നീ സ്റ്റെപ്പ് അങ്ങോട്ട് പോണോ? ഓക്കേ. കറക്റ്റ് ചെയ്തു. കാണുമ്പോൾ ഒരു ലുക്ക് വേണം. ഇതൊക്കെ കസ്റ്റമേഴ്സിന് കിട്ടാനുള്ളതാണെന്ന് വിചാരിക്കണം. പിന്നെ സിമി, നമുക്ക് ടാർജറ്റ് ഉണ്ട്. വൈകുന്നേരത്തിനുള്ളിൽ 5 ബൈക്കെങ്കിലും സെയിൽ ആക്കണം. അറിയാലോ? അപ്പൊ നമ്മൾ ബാക്കി കാര്യങ്ങളൊക്കെ നല്ല ഉഷാറായിട്ട് നിൽക്കണം. അല്ല, എന്നാലേ അടുത്ത പ്രമോഷനൊക്കെ കിട്ടുള്ളൂ. അറിയാലോ? ആ വണ്ടി അവിടെ ഇറക്കി വെക്കണേ കേട്ടോ. ജോഫി ആ ജോഫി എന്തൊരു സ്മാർട്ടാ. ആണല്ലേ? ഞാൻ കുറെ വർഷമായല്ലോ, അതിന്റെ ഒരു എക്സ്പീരിയൻസ് എനിക്കുണ്ട്. ആണല്ലേ? എനിക്കൊന്നും അറിഞ്ഞൂടാ, അതുകൊണ്ടാണ്. അതായത് സിമി വേറൊന്നുമില്ല. ഇപ്പൊ ഇവിടെ ഇരിക്കുന്ന ബൈക്കുകളിൽ ഒരുപാട് ബൈക്ക് ഉണ്ടല്ലോ. ഇതിൽ ഏറ്റവും മോശപ്പെട്ട ബൈക്ക്, ആർക്കും വേണ്ടാത്ത ഒരു ബ്രാൻഡ് ഉണ്ടല്ലോ ആ അറ്റത്തൊക്കെ ഇരിക്കുന്നത്. അപ്പൊ നമ്മൾ ആ സാധനമാണ് ഏറ്റവും സൂപ്പർ എന്ന് പറഞ്ഞ് വരുന്ന കസ്റ്റമേഴ്സിന്റെ തലയിൽ കെട്ടി വെക്കണം. മനസ്സിലായി. എന്റെ ചേച്ചിയുടെ കല്യാണം നടത്തിയ പോലെ. അങ്ങനെ വരുതാ? അല്ല, അത് ചേച്ചി ഒരാളുടെ കൂടെ ഒളിച്ചോടി പോയിട്ടേ ഈ വിഷയൊക്കെ ആയി. അപ്പൊ അത് അറിയിക്കാണ്ട് അച്ഛൻ വേറെ ആളെ കെട്ടിച്ചു വിട്ടു. അതാണ് ആ റൂട്ട് മനസ്സിലായല്ലോ. റൂട്ട് ഇപ്പൊ പിടിയിട്ട് ഇപ്പൊ മനസ്സിലായി. ആ റൂട്ട് തന്നെ ഇവിടെ. റൂട്ടിയും കൂടുന്നുണ്ട്. നേരം കൊണ്ട് ഞാൻ തള്ളുവാ ചേട്ടാ. വേറെ എന്താ അത് ആ സൈഡിൽ അങ്ങോട്ട്. അമ്മ ഹലോ, എന്താണ് ഇതാണ് ഒന്ന് മാറ്റി തരണം. ഇത് മാറ്റി തരാണ്ട് താനല്ലേ ഇവിടെ വരെ തള്ളിക്കൊണ്ട് പോകുന്നത്. നിങ്ങൾ മാറ്റി വെച്ചാ പോരെ? മാറ്റി വെക്കാനോ? എന്താണ് എഴുതി വെച്ചേക്കുന്നത്? ഇടലൻ ബൈക്ക് എക്സ്ചേഞ്ച് മേള. എക്സ്ചേഞ്ച് മേളന്ന്. എന്നിട്ടാണോ ഈ വെടലത്തരം വിളിച്ച് പറയുന്നത്? എടോ, ഈ ബൈക്ക് പഴയതാണ്. ഇതൊന്ന് എക്സ്ചേഞ്ച് ചെയ്യാൻ വേണ്ടി വന്നാണ്. ഓ, ഈ ബൈക്ക് എക്സ്ചേഞ്ച്. സോറി സാർ, ഞങ്ങൾക്ക് മനസ്സിലായില്ല സാർ. സാറെന്നല്ലല്ലോ മുമ്പേ വിളിച്ചേ. മുമ്പേ എന്താ വിളിച്ചേ? താനെന്ന്. അല്ല, അത് തന്നല്ല, തേന്ന്. അതായത് കസ്റ്റമേഴ്സ് ഞങ്ങൾക്ക് തേന്നെ പോയി. തേനോ? നീ അങ്ങനെ തേനെ പാലൊന്നും വിളിക്കണ്ട കേട്ടോ. ഞാൻ എന്റെ ചേട്ടനെ വിളിച്ചോളാം തേനീന്ന്. ഹണി 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 ബി. അതെ, ഏതാ മോഡല്? മോഡൽ എന്ന് വെച്ചാൽ ഇത് ആന്റിക്കാണ്, ഇത് എപ്പിക്കാണ്, പിന്നെ ഇത് ഒപ്പിക്കലാണ്. അതായത് ഇത് ഒരുപാട് കഷ്ടപ്പെട്ടാണ് ഞാൻ ഇത് ഒപ്പിച്ചു കൊടുത്തത്. അയ്യോ, അതല്ല ചേച്ചി. ചേച്ചിയാ. ചേട്ടാ, നമുക്ക് ഇവിടുന്ന് ബൈക്കൊന്നും
വേണ്ട. ഇവരെന്നെ വിളിച്ചേട്ടോ. എന്നെ ചേച്ചി ഈ ചേച്ചി എന്നെ മുഖത്ത് നോക്കി വിളിക്കുക. എന്നെ ചേച്ചി ചേച്ചിന്ന് വിളിച്ചോ? ചേച്ചിന്ന് വിളിച്ചു. നമുക്ക് ഇവിടുന്ന് ബൈക്ക് മേടിക്കാം. അത് ശരിയല്ല. ഒരു കസ്റ്റമറോട് ഇങ്ങനെ നിങ്ങൾ പെരുമാറാൻ പാടില്ല. എന്താ അർത്ഥത്തിലാണ് അവളെ ചേച്ചി? അതെന്താ സത്യത്തിൽ എന്റെ മോളാവേണ്ട പ്രായേ ഉള്ളൂ. നമുക്ക് 2 ബൈക്ക് മേടിക്കാൻ ചേട്ടാ. ഞാൻ നേരത്തെ ചേച്ചിന്ന് വിളിച്ചോണ്ടെന്ന് വിചാരിക്കരുത്. എന്റെ ചേച്ചിയുടെ ചായയാണ് മുഖത്ത്, അതുകൊണ്ടാണ് കേട്ടോ. എന്റെ കൂട്ടിരിക്കുക മുഖത്ത് അങ്ങനെ നേരത്തെ പറഞ്ഞ ഒളിച്ചോടി അയ്യോ ആരൊളിച്ചോടി പോയെന്ന്? എന്റെ ചേച്ചി ഞാൻ മേച്ച എന്റെ കഥയൊക്കെ നിങ്ങളൊക്കെ അറിഞ്ഞെന്ന്. അല്ല ചേട്ടൻ കേൾക്കൂല ഇങ്ങനെയൊക്കെ പറഞ്ഞ. അതിന് ഇത് സെക്കൻഡ് ഹാൻഡ് അല്ലേ? ഇത് എക്സ്ചേഞ്ച് ആണോ? ഇത് എന്റെ ചേട്ടനല്ല, എന്റെ ചേട്ടൻ വേറെ ഉണ്ട്. ഇത് എന്റെ വീടിന്റെ അടുത്തുള്ള ഒരു ചേട്ടനായിരുന്നേ. അപ്പൊ ഞാൻ മതിലിന്റെ അവിടെ നിന്നിട്ട് ഇങ്ങനെ ചെവി ചൊറിഞ്ഞോണ്ടിരിക്കുവായിരുന്നേ. അപ്പൊ ഈ ചേട്ടൻ വിചാരിച്ചു ഈ ചേട്ടനെ ഞാൻ വിളിച്ചതാന്ന് പറഞ്ഞോണ്ട് ഈ ചേട്ടൻ ഓടി വന്ന് ജോയിൻ ചെയ്താണ്. ഏതായാലും നമുക്ക് ബൈക്കിന്റെ കാര്യങ്ങളിലേക്ക് കിടക്കാം അല്ലെ. അപ്പൊ സാർ പറഞ്ഞ ഈ ബൈക്കാണ്. ആ ബൈക്ക് എക്സ്ചേഞ്ച് ചെയ്യണം. എക്സ്ചേഞ്ച് ചെയ്യാനാണ്. അപ്പൊ അതിന്റെ കാര്യം എന്ന് വെച്ചാൽ സാർ ഒന്ന് നമുക്ക് ബൈക്ക് ടെക്നീഷ്യൻ കൊണ്ടൊന്ന് ഓടിച്ചു നോക്കണം. അയ്യോ ഓടിക്കരുത്, ഓടിക്കാൻ പറ്റില്ല. എന്താ? അത് ചെറിയൊരു അബദ്ധം പറ്റി. ഞാൻ ഇങ്ങനെ വരുന്ന വഴിക്ക് ആ ബാറില്ലേ, അപ്പുറത്തെ ബാറിന്റെ ഫ്രണ്ട് വന്നപ്പോ ഇത് ഓഫായി. അതങ്ങനെ ബാറിന്റെ ഫ്രണ്ട് വന്ന ഓഫാണ്. ബാറിൽ കയറി ഒരെണ്ണം അടിച്ചു കഴിയുമ്പോഴല്ലേ ആൾക്കാർ ഓഫാണ്. തമാശ പറയല്ല ഞാൻ. അതെ, മിക്ക കസ്റ്റമേഴ്സ് ഇതേ നുണ തന്നെ പറയാറ്. അയ്യോ ഇത് നുണയല്ല സാറേ, നുണയാണ്. അവിടെ വരെ ഓടിച്ചോണ്ട് വന്നു, അവിടെ വന്നപ്പോ ഓഫായി. ഞങ്ങൾ അവിടെ നിന്ന് ഇവിടെ വരെ തള്ളിക്കൊണ്ട് വന്നാണ്. അതുകൊണ്ട് വിലയിടണമെന്ന് പറഞ്ഞാൽ നടക്കില്ല. നമുക്കൊരു പണി ചെയ്യാം. പോട്ടെ, അത് പോട്ടെ. നമുക്കൊരു അങ്ങോട്ടും ഇങ്ങോട്ടും ഇത് വേണമല്ലോ. അത് വേണം. വില പറ. നമുക്ക് ഇതിനിപ്പോ എത്ര നിങ്ങൾ ഇടുന്നത്? നിങ്ങൾ എത്ര വില ഇടുന്നത്? നമുക്ക് പൊളി വില തരാം. മതി, സന്തോഷം. 1.5 ലക്ഷം രൂപയാണെങ്കിൽ പൊളിയിൽ പൊളിയായിരിക്കും ഞങ്ങൾക്ക്. അടിപൊളി വിലയെന്നല്ല ഉദ്ദേശിച്ചത്. പിന്നെ അത് ഈ വണ്ടി ഓടിക്കാൻ പറ്റില്ല. എന്താ? അപ്പൊ ഇത് പൊളിച്ചു വിൽക്കണം. പൊളിച്ചു വിൽക്കാൻ നേരത്തെ കിട്ടുന്ന ഒരു പൊളി വില. ഈ വണ്ടി പൊളിച്ചു വെക്കണോന്നോ? നിങ്ങൾ എന്താ അനാവശ്യമായി പറയുന്നത്? എന്ന് പറഞ്ഞാൽ 1947 മുമ്പുള്ള ബൈക്കാണ്. അപ്പൊ എന്തായാലും പൊളിച്ചു വിൽക്കാൻ നമുക്ക് നിവൃത്തിയില്ല. 2500 രൂപ അങ്ങ് തരും. അയ്യേ, അല്ല അത്ര കിട്ടുള്ളൂ. ഒരു ചായയും ഒരു പൊറോട്ടയും തിന്നുമ്പോഴത്തേക്ക് 2500 രൂപ തരും. നിങ്ങൾ എന്താ? അല്ല ബൈക്കിന്റെ വില നോക്കണ്ട. ഞങ്ങൾ ഈ ബൈക്ക് ഇങ്ങോട്ട് തരുമ്പോൾ ഞങ്ങൾ ഒരു എക്സ്ചേഞ്ച് ഓഫർ തരുന്നുണ്ട്. അതായത് ഒരു 5000 രൂപ നമ്മൾ എക്സ്ചേഞ്ച് ഓഫർ മറ്റേ വണ്ടിയുടെ വിലയിൽ നമ്മൾ അഡ്ജസ്റ്റ് ചെയ്യുന്നുണ്ട്. 5000 കൂടെ തരും. 5000 കൂടെ തരും. അപ്പൊ 7500 ഉണ്ട്. പുതിയ വണ്ടി. പുതിയ വണ്ടി. അപ്പൊ ഈ വണ്ടിയാണ് ഞങ്ങൾ നിങ്ങൾക്ക് തരാൻ വേണ്ടി ഉദ്ദേശിച്ചിരിക്കുന്ന വണ്ടി. ഇതാണ് ഇപ്പോഴത്തെ പുതിയ മോഡൽ സ്പ്രിറ്റോ. സംഭവം 1 ലിറ്റർ പെട്രോൾ അടിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ 72 കിലോമീറ്റർ മൈലേജ് ആണ്. കമ്പനി ഓഫർ ചെയ്യുന്നതാണ് അത്. പക്ഷേ ഓൺ നമുക്ക് അതിൽ കൂടുതൽ കിട്ടും ഓടിച്ചു കഴിയുമ്പോൾ. 1 ലിറ്റർ പെട്രോൾ അടിച്ചിട്ട് നമ്മൾ 72 കിലോമീറ്റർ നടന്നു പോകണോ? 72 കിലോമീറ്റർ ഓടിക്കാം നമുക്ക്. അത്രയും. പിന്നെ ഒരുപാട് ഓഫർ ഉണ്ട്. ശരിക്കും ഈ ഫ്രണ്ട് വീലും ബാക്ക് വീലും ഉണ്ടെങ്കിലും ബാക്ക് വീല് മാത്രമേ കമ്പനി നമുക്ക് പ്രൊവൈഡ് ചെയ്യുന്നുള്ളൂ. ഇത് ഷോറൂമിന്റെ ഒരു ഓഫറാണ് ഈ ഫ്രണ്ട് വീൽ. നമ്മുടെ ഇതിന്റെ മാസം അടവ് എത്രയായിരിക്കും? അടവെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മാസം 5600 രൂപയാണ് ഇപ്പൊ ഇതിന്റെ EMI വരുന്നത്. 3 വർഷത്തേക്കാണെങ്കിൽ അങ്ങനെ 5600 രൂപയാണ് വരുന്നത്. അപ്പൊ അങ്ങനെയാണെങ്കിൽ നമുക്ക് ബാക്കി കാര്യങ്ങൾ അതായത് ഫോം ഒന്ന് ഫില്ല് ചെയ്യാം. പക്ഷെ എന്റെ പേര് വേണം വണ്ടി എടുക്കാൻ കേട്ടോ. അതെന്താ? എനിക്ക് എപ്പോഴും ഈ നടന്ന് വണ്ടിയുടെ ഈ പേര് മാറാൻ എനിക്ക് പറ്റത്തില്ല. അതാ ചേട്ടനെ നോമിനിയാക്കി. ഓക്കെ, എഴുതി കൊടുത്തു. ചേട്ടന്റെ പേരെന്താ? ചേട്ടന്റെ പേര് നിവിൻ പോളി. നിവിൻ പോളിയോ? ഇതാ സമ്മതിച്ച്. ചേച്ചിയാ? ഞാൻ ഹണി റോസ്. ഹണി റോസ്. ചേച്ചി ശരിക്കുള്ള പേര് പറ. ശരിക്കുള്ള പേര് വേണോ? ശരിക്കുള്ള പേര് പറ. ശരിക്കുള്ള പേരാണെങ്കിൽ എന്റെ പേര് കമലമ്മ, ചേട്ടന്റെ പേര് രാജേന്ദ്രൻ. നേരത്തെ പറഞ്ഞ് അതൊരു ഓളത്തിന് പറഞ്ഞ. നീ ഇത് എവിടെയായിരുന്നു? എനിക്ക് ലീവ് എടുക്കണ്ട. പിന്നെ ലീവ് എടുക്കണ? നീ ഏത് സമയം നോക്കി ലീവ് എടുക്കലാണല്ലോ. നീ ഇല്ലാത്ത സ്റ്റാഫ് ഇല്ലാത്ത പറഞ്ഞാൽ ഈ പെണ്ണിനെ ഈ സിമീനൊക്കെ പിടിച്ചെടുത്ത്. ഈ പെണ്ണിനാണെങ്കിൽ ഒരു വാഴക്ക് അറിയാൻ പാടില്ല. അല്ല പുതിയ കുട്ടിയാണെന്ന് പറഞ്ഞാണ്. സിമി വന്നായിരുന്നോ? ഇനി ഞാൻ ലീവ് എടുക്കത്തില്ല. അതെ, നിങ്ങൾ അപ്പുറത്ത് പോയിട്ട് വണ്ടിയുടെ ഡൗൺ പേയ്മെന്റ് അടച്ച് ചേച്ചിനെ കൊണ്ട് അവിടെ ഓഫീസിൽ ചെന്നിട്ട് സൈൻ ചെയ്തിട്ട് കടന്നു പറഞ്ഞേ. ഹാപ്പിയാണല്ലോ അല്ലേ? ഇതാണ് ചേട്ടന് തരാനുള്ള വണ്ടി. അപ്പൊ നമുക്ക് പുൽച്ചാടിക്ക് രോമാഞ്ചം വന്ന പോലെ ഇരിക്കുന്നു. അതിന് മുമ്പ് സാർ ഒന്ന് പിടിക്കോ, ഫോട്ടോ എടുക്കണേ ഇതിന്റെ. നീ ഒന്ന് താക്കോല് കൊടുക്കണേ. തിരിച്ചു വീഴാ സാറേ, ഞങ്ങളുടെ വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ ഒന്ന് പോസ്റ്റ് ചെയ്യട്ടോ. കാരണം സാറിനെ പോലെയുള്ളവരുടെ ഇത് റെഡിയല്ലേ? ഓക്കെ, എനിക്ക് സെൻഡ് ചെയ്തോ? സെൻഡ് ചെയ്തേ. ഇത് എല്ലാവർക്കും സെൻഡ് ചെയ്ത് ഉഗ്രം ഫോട്ടോ. നല്ല അത് ഫസ്റ്റ് സെയിലാണല്ലോ സാർ. കൺഗ്രാജുലേഷൻ. ഇറക്കിക്കൊണ്ട് പോന്നെ ഞാൻ അയാളെ കാണുന്നുമില്ല. ഞാനേ ഇത് സമയം നോക്കി
സമയം താമസിച്ചു. രാഹുലം കഴിയാറായി. പെട്ടെന്നാവട്ടെ, ചടങ്ങ് തുടങ്ങാം. ചടങ്ങ് തുടങ്ങാന്ന്. നിങ്ങളിപ്പോ നീ ധൃതി വെച്ച് കഴിഞ്ഞാൽ ഞാൻ എത്ര സമയം കൊണ്ട് ഇവിടെ നിങ്ങളെ വെയിറ്റ് ചെയ്ത് നിൽക്കാന്നറിയോ? അല്ല, ഒരുപാട് ചടങ്ങുണ്ടായിരുന്നു, അതുകൊണ്ട് താമസിച്ച് വന്നിട്ട് എന്നോട് ചൂടാകുന്നു. രാഹുകാലത്തിന് മുമ്പ് ഇത് സംഗതി ചെയ്യുന്നുണ്ടോ? അങ്ങനെ ചെയ്യാൻ പറ്റത്തില്ല. അങ്ങനത്തെ ചെയ്ത കുഴപ്പം എന്താ? ഈ വണ്ടി എന്ന് പറഞ്ഞാൽ എന്തുവാ? എന്താണ് വണ്ടി? ഇത് ഒരു കുഞ്ഞിനെ പോലെയാണ്. ഒരു പുതിയ അംഗം നിങ്ങളെ വീട്ടിലേക്ക് വരികയാണ്, അല്ലേ? അത് correct. അപ്പൊ ഒരു കുഞ്ഞിനെ എങ്ങനെയാണ് നമ്മൾ ഒരു ചടങ്ങ് ചെയ്യുന്നത്, അതുപോലെ വേണം ഈ വണ്ടി ഇവിടെ നിറക്കൊണ്ട് പോവാൻ. മനസ്സിലായോ? അല്ല, ഇതൊക്കെ പുതിയ രീതികളാണ്. പിന്നെ പുതിയ രീതിയല്ലേ? എന്റെ കർമ്മി, ഇത് നേരത്തെ പറയണ്ടേ ഇതൊക്കെ? എന്നാ പിന്നെ അങ്ങനെ തന്നെ ആയിക്കോട്ടെ. കുഞ്ഞിന് പേരെല്ലാം കണ്ടുവച്ചിട്ടുണ്ടോ? ഞാൻ എന്റെ കുഞ്ഞിന് പേരിടാൻ ഉദ്ദേശിച്ചിരിക്കുന്നത് എന്റെ അച്ഛന്റെ പേരാണ്. എന്താണ്? ഭാസ്കര പിള്ള. നല്ല പേര്. അപ്പൊ അങ്ങനെയാണെങ്കിൽ ഭാസ്കര പിള്ള എന്ന് 3 പ്രാവശ്യം ആ കുഞ്ഞിന്റെ ചെവിയിൽ ഒന്ന് ഓതിക്കുക. ഇവിടെ പറഞ്ഞാൽ മതി. ഇവിടെ പറഞ്ഞോ, ചെവി. ഭാസ്കര പിള്ള. ഭാസ്കര പിള്ള. ഇനി വല്ല ചടങ്ങുണ്ടോ? ഉണ്ട്. രാഹുകാലം കഴിയും. നൂലിട്ടിട്ടുള്ള ചടങ്ങ് കൂടി ഉണ്ട്. ചടങ്ങ് കെട്ടണം. പിന്നെ അച്ഛൻ കുഞ്ഞിന് ചടങ്ങ് കൊടുക്കണ്ടേ? ഇതങ്ങോട്ട് ഐശ്വര്യമായിട്ട് കെട്ടി കൊടുക്കുക. ഇതൊക്കെ പുതിയ ഇപ്പോഴത്തെ കാലത്തിനനുസരിച്ച് മാറണ്ടേ നമ്മള്? ഭാസ്കര പിള്ളേ, കരയല്ലേ മക്കളെ, കരയല്ലേ? ഭാസ്കരേ, ചടങ്ങ് കഴിഞ്ഞു. പക്ഷെ ഒരു കുഴപ്പമുണ്ട്. എന്താണ്? ഇതിന്റെ മോളിൽ കയറുന്ന ഓട്ടിക്കാൻ പറ്റത്തില്ല. അതെന്താണ്? കുഞ്ഞിന്റെ മോളിൽ ആരെങ്കിലും കയറുന്ന ഓട്ടിക്കോ? കയറുന്ന പോകാൻ പറ്റുമോ? അത് കാര്യമാണത്. പിന്നെ ഞാനെന്താണ് ബൈക്ക് മേടിച്ചത്? അല്ല, അങ്ങനെ കുഞ്ഞിന്റെ മുകളിൽ ആരെങ്കിലും കയറി ഇരിക്കോ? ഇല്ല, അതിരിക്കത്തില്ല. അപ്പൊ കൊണ്ട് നടന്നാ മതി. നിങ്ങൾ എന്തെങ്കിലും കാണിക്കും. ഈ വണ്ടി ഇവിടെ നിങ്ങൾ ഒഴിവാക്കി തരാമോ? തള്ളിക്കൊണ്ടോ? കുഴപ്പമില്ല. നാരങ്ങ വെച്ചിട്ട് ഫസ്റ്റ് ട്രിപ്പ് കയറാൻ പോണോ? കേറാൻ പാടില്ല. കയറണ്ട, തള്ളിക്കൊണ്ടു പോകും. ഐശ്വര്യമായിട്ട് പോവാ. മംഗളമായി. അതെ, ഇങ്ങനെയുള്ള ചടങ്ങൊന്നും ഞാൻ കണ്ടിട്ടില്ല. ജീവിക്കണ്ടേ? നിങ്ങൾ പൂജാരിമാര് മാസം പുതിയ ചടങ്ങുകൾ ഇറക്കും. അത് വെച്ചിട്ടങ്ങ് അതല്ല, എല്ലാ സിമിന് ഐശ്വര്യ വന്നു ഒരു വണ്ടി ഇറങ്ങിപ്പോ എന്താ നിങ്ങളോട് പേപ്പറൊക്കെ സൈൻ ചെയ്ത് കഴിഞ്ഞല്ലോ? എല്ലാം സൈൻ ചെയ്ത്. എല്ലാം ഓക്കെയാണ്. സൈൻ ചെയ്യണോ ഇത്? പിന്നെ 10-50 സൈൻ ചെയ്യണം. എല്ലാ എഗ്രിമെന്റ് വേണമല്ലോ. വണ്ടി എന്തിയെ? വണ്ടി ചേട്ടൻ ഓടിക്കാൻ പോയി. ചേട്ടൻ കൊണ്ടുപോയോ? ഞാൻ എത്തി, വന്ന് ചടങ്ങ് കഴിഞ്ഞു. മംഗളമായിട്ട് ചേട്ടൻ വണ്ടി കൊണ്ടുപോയില്ലേ? അയ്യോ, ഞാനില്ലാതെ എന്താ വണ്ടി കൊടുത്തു വിട്ടേ? അതല്ല, അത് ആ രാഹുകാലം കഴിയുമെന്നുള്ളത്. എന്റെ പേരിലുള്ള വണ്ടിയല്ലായിരുന്നു. അല്ല, എന്നാലും രാഹുകാലം കഴിയുന്നതിന് മുമ്പ് വണ്ടി ഒന്ന് ഓടിക്കണം, അത്രേ ഉള്ളൂ. ഇപ്പൊ വരുമല്ലോ ആള്. എന്ത് സൈൻ ചെയ്തെന്നോ? സോറി. ദാ വരുന്നു ചേട്ടൻ വരുന്നുണ്ടല്ലോ. കിടലം വണ്ടി ചേട്ടാ, ഇതേത് വണ്ടി? ചേട്ടാ, ഇതേത് വണ്ടി? ഇതേത് വണ്ടി? എന്താന്നേ? തന്റെ ഒരു പുതിയ വണ്ടി. ഇത് ഭയങ്കര കടകട ശബ്ദമാണ്. ബ്രേക്ക് തീരെ ഇല്ല. ഇയാൾ എന്താ ഈ പറയണത്? ഇയാൾ ഇവിടുന്ന് കൊണ്ടുപോയ വണ്ടി ഇതല്ലല്ലോ. ആര് പറഞ്ഞു? ഇതാണ് ഞാൻ കൊണ്ടുപോയ വണ്ടി. ഇവിടുന്ന് കൊണ്ടുപോയ സ്പ്രിറ്റോ എന്ന് പറഞ്ഞ വണ്ടിയല്ലേ ഇത്? ക്ലിറ്റോ അല്ലേ? ഇത് ആരുടെ വണ്ടി? ഇത് ക്ലിറ്റോ ആണല്ലോ. ഇത് എവിടെ കിട്ടിയത്? ഞാൻ പുതിയ വണ്ടി എടുത്ത സന്തോഷത്തിന് ഞാൻ ഇങ്ങോട്ട് വരുന്ന വഴിക്ക് ഒരു ബാർ കണ്ടെന്ന് പറഞ്ഞില്ലായിരുന്നു? അവളോട്ട് കയറ്റി വെച്ചിട്ട് ഞാൻ 2 അടിച്ചിട്ട് തിരിച്ചു വന്നപ്പം ഞാൻ വെച്ചിരുന്ന ഇതാണ് ഇരുന്നത്. അതെടുത്തോണ്ട് വന്നാണ്. കുഞ്ഞിനെ അവിടെ കളഞ്ഞിട്ട് പോകുന്നല്ലേ? അല്ല, ഞാൻ അവിടെ ചെന്നപ്പോ ആ ബൈക്ക് ഇവിടെ ഇല്ലായിരുന്നു. അവിടെ ഈ ബൈക്കാണ് ഇരുന്നത്. അതെ, ഇപ്പൊ ഞങ്ങൾ എന്താ ചെയ്യേണ്ടത്? നിങ്ങൾ എന്താ ചെയ്യേണ്ടത് വെച്ചാൽ ഇവിടെ എക്സൈസ് മേളം നടക്കുകയല്ലേ? അതെ. ഞാൻ നേരത്തെ ഒരു വണ്ടി കൊണ്ടുവന്നപ്പോ നിങ്ങൾ എനിക്ക് എക്സൈസ് ചെയ്ത് തന്നില്ലേ? പുതിയ വണ്ടി വന്നു. ഇപ്പൊ അതിനേക്കാൾ നല്ലൊരു വണ്ടിയാണ് ഞാൻ ഇവിടെ കൊണ്ടുവന്നിരിക്കുന്നത്. ഇതൊന്ന് എക്സ്ചേഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ ആ പ്രശ്നം തീർന്നില്ലേ? അങ്ങനത്തെ എക്സ്ചേഞ്ച് ഇവിടെ നടക്കില്ല. ഇവിടെ ഒരു എക്സ്ചേഞ്ച് നടക്കും. എന്താണ്? ഇങ്ങനെ ഞാൻ എന്റെ ജീവിതത്തിൽ നിന്ന് എക്സ്ചേഞ്ച് ചെയ്തിരിക്കുന്നു. നീ എന്തോ നോക്കിക്കൊണ്ടിരിക്കുന്നത്? അണ്ണാ, ഇതല്ലാണ് മറ്റേ കറക്കണ സാധനം നമ്മൾ ഷവർമ്മ കട തുടങ്ങാൻ ഇവിടെ വന്നത്. പറഞ്ഞ മനസ്സിലായ? അതല്ലേ എന്റെ ഡൗട്ട്. നമ്മൾ ഇതിനകത്ത് കോഴിയെ എവിടെ ഇട്ട് കറക്കും? എടാ, കോഴി അവിടെ കെട്ടണം ഒരെണ്ണം, ഒന്നിനെ ഇവിടെ കെട്ടണം, എന്നിട്ട് ഇത് പിടിച്ചങ്ങോട്ട് കറക്കണം. അപ്പൊ തീ എവിടെ ഇടും? ഈ അടിക്കൂട്ടി ഇടണം. അടിക്കൂട്ടി കത്തിയിടാ. എന്നാ കത്തിയില്ലേ? തീപ്പെട്ടി എവിടെ? തീപ്പെട്ടി അറിയില്ല. തീപ്പെട്ടി എടുത്തില്ലേ? അന്നേരം തീപ്പെട്ടി ഇല്ലേ? എടാ, പിന്നെ എന്തോന്നും പറഞ്ഞു നിന്നെ വിളിച്ചോണ്ട് വന്നത്? കത്തിയിടണ. എടാ, ആൾക്കാർ ഷവർമ്മ തിന്നാനായിട്ട് മതി. അങ്ങോട്ട് ചെല്ലു പോ. ഹലോ, ഒരു മിനിറ്റ്. തീപ്പെട്ടിയല്ല, പെട്ടെന്ന് ആൾക്കാർ ഷവർമ്മയ്ക്ക് വേണ്ടി ആൾക്കാർ വന്നു. 1 മിനിറ്റ് ഒന്നും പറ്റത്തില്ല, പെട്ടെന്നാവണം. ആണ് ഇപ്പൊ തന്നെ 2 മിനിറ്റ് ആയി. ഞാനേ ഇവിടെ എന്തൊക്കെ പണി എടുക്കണമെന്നറിയോ? അവിടുത്തെ അടിമക്കണിയാണ് ഞാൻ. അതിന്റെ ഇടയ്ക്ക് ഇവിടെ വന്ന് ചെയ്യണം. ഇവിടെ എന്താണ് തീ കത്തിക്കുന്ന കാര്യം? കറക്കണം കത്തിക്കണം. ഇവിടെ തീ കത്തിക്കാനൊന്നും പറ്റത്തില്ല. ഷവർമ്മ കട തുടങ്ങുന്നപ്പോ ഷവർമ്മ പച്ച കോഴി എടുത്ത് കൊടുത്താൽ മതിയോ?
അത് സ്കിറ്റിന്റെ കാര്യമാണോ നിങ്ങൾ ഈ പറയുന്നത്? അല്ലാതെ. അത് നമുക്ക് ചെയ്യാം. സ്കിറ്റ് ആദ്യം തീർക്കാം, എന്നിട്ട് ഷവർമ്മ കട ഇടണോ ചിക്കൻ മേടിക്കണോ എന്നൊക്കെ നമുക്ക് ആലോചിക്കാം. അല്ലെന്ന് ഇവിടെ നിന്ന് അവിടെ നിന്ന് അങ്ങോട്ടേക്ക് തള്ളി കഴിയുമ്പോൾ ഇവിടെ ഒരു മാർക്ക് കിട്ടത്തില്ലേ? അങ്ങനെ ഉണ്ടല്ലേ? അതൊക്കെ ഉണ്ട്. അത് കഴിഞ്ഞിട്ട് നമുക്ക് ആദ്യം ഇത് കറക്കാം, പിന്നെ മറ്റേത് കറക്കാം. പിന്നെ നിങ്ങൾക്ക് ഇവിടെ തീയിടാൻ പറ്റാത്തുള്ളൂ, ഞങ്ങൾ ഇവിടെ തീയിടും കേട്ടോ ചില സമയത്ത്. അതല്ലേ? അത് വേറെ വലിയ സംഭവം, പൈസ മുടക്കി ചെയ്യുന്ന സംഭവം. വേറെ കച്ചവടം തുടങ്ങിയല്ലേ അവിടെ? തീ കാണണോ? തീ കാണണോ? കാണട്ടെ. തീ വരട്ടെ. സാധനം ഫില്ല് ചെയ്തില്ലേ? കണ്ടോ? ലേറ്റ് ആണെങ്കിൽ നല്ല അടിപൊളിയായിട്ട് വരും. മനസ്സിലായില്ലേ? താങ്ക് യു. കുറച്ച് ലേറ്റ് ആയിട്ട് ഞങ്ങൾ എല്ലാം ചെയ്യുള്ളൂ. ശരി, എന്നാലും ഇത് കറക്കിക്കോ. ആരെ കറക്കാൻ പോകുന്നത്? ഒരാൾക്ക് കിട്ടുന്ന അവസരമാണ്. ഇങ്ങോട്ട് തിരിച്ചോണ്ട് എനിക്കറിയില്ല, അല്ലായിരുന്നെങ്കിൽ ഏകദേശം ഒരു വലിയൊരു എമൗണ്ട് ഇവർക്ക് കിട്ടുമായിരുന്നു. ഇപ്പൊ നിങ്ങൾ ഇങ്ങോട്ട് തിരിച്ചോണ്ട് ചിലപ്പം 8,000 rupees, 8,000 രൂപ നിങ്ങൾക്ക് ലഭിച്ചിരിക്കുകയാണ്. ആര്? ഞാനോ? ഞാൻ കണ്ടതാ. എന്റെ പൊന്ന്, ഇങ്ങനെ കള്ളം പറയരുത് കേട്ടോ. പിന്നല്ലാതെ 10 8 ആയിക്കോട്ടെ. കുഴപ്പമില്ല, ബാക്കി നിങ്ങൾ കൗണ്ടർ അടിച്ച്. പിന്നല്ലാതെ. ഓൾ ദി ബെസ്റ്റ്. ഓക്കെ, താങ്ക് യു. ഇത് എവിടത്തെ കയറ്റത്? പഴയ ഷവർമ്മ മാറ്റിട്ട് പുതിയത് കുത്തി കയറ്റണ്ട. അയ്യോ, എന്റെ പൊന്ന് സഹോദരി, ഷവർമ്മ അല്ല, ആടിഞ്ഞു കൊടുക്കാനുള്ള പ്ലാവല കമ്പി കുത്തി വെച്ചേക്കുന്നത്. ഇതാണ് ഇവിടെ കൊണ്ടുവച്ചത്. പറഞ്ഞാൽ രണ്ടും ഒരു ഷേപ്പാണല്ലേ, മാറിപ്പോവല്ലോ. നൈസ്, അതിന്റെ കൂടെ കട്ട് ചെയ്ത് കേട്ടെ. അണ്ണാ, സോക്സ് ഇട്ട് കൊടുക്കട്ടെ. അണ്ണാ, സോക്സോ? ആർക്ക്? ഷവർമ്മയ്ക്ക് ഒട്ട കീറി വെച്ചാലും. ഞാൻ സോക്സ് ഇടാനല്ല പറഞ്ഞത്, ഷവർമ്മ പൊതിഞ്ഞു കൊടുക്കാൻ പറ്റിച്ച് സോക്സ് ഒഴിച്ച് പൊതിഞ്ഞു കൊടുക്കാനാ പറഞ്ഞത്. എന്റെ ഭാവാനെ അബദ്ധത്തിലും കാണാൻ ചട്നി എന്ന് പറഞ്ഞിരുന്നെങ്കിൽ ഈ കോഴിക്കെല്ലാം ഷഡ്ഡി ഇട്ട് നിർത്തിയേനായിരുന്നു കേട്ടോ. ഞാൻ ഒരു കാര്യം പറഞ്ഞേക്കാം, അതും ഇതും പറഞ്ഞോണ്ട് നിൽക്കാതെ ഷവർമ്മ അരിഞ്ഞ് നന്നായിട്ട് കൊടുത്തോളാം. പറഞ്ഞ മനസ്സിലായല്ലേ? മുമ്പ് തരുന്ന പണിക്കാരനെ കൊണ്ട് പറഞ്ഞു വിട്ടല്ലേ ഞങ്ങള്. എന്താന്ന് മണിയനെ? എടാ, ഞാൻ ചോദിച്ചോട്ട് ഈ മണിയനെ ഇവിടെ നിർത്തി ശരിയാവത്തില്ല. അതുകൊണ്ട് മണിയനല്ല, നിന്റെ കണ്ണിൽ അവൻ മണിയൻ, എന്റെ കണ്ണിൽ എന്ന് വെച്ചാൽ അവൻ റംബോച്ച്. രാവിലെ റമ്മ്, വൈകിട്ട് പോച്ച. എങ്ങനെ ഇവനെ ഇവിടെ നിർത്തുന്നത്? അതൊക്കെ നിന്റെ പേരെന്താ? എന്റെ പേര് ജയം രവി. അപ്പൊ നിന്റെ അനിയനാണ് തോൽവി ബിജുവിനെ കുറിച്ച് മാത്രം പറയരുത്. അവൻ നല്ല കിടിലൻ രാഷ്ട്രീയ പ്രവർത്തകനാണ്. ഒന്നുമല്ലെങ്കിലേ കേരളത്തിലെ 14 ജില്ല അവന്റെ അണ്ടറിലാണ്. അറിയാം, അവനെ സമ്മതിക്കണം കേട്ടോ. എന്തിനാ ഒരു അണ്ടർവെയറിലൊക്കെ 14 ജില്ല കൊണ്ടുകിടക്കെ ചെറിയ കാര്യം. ഈ കോഴിയെ ഈ കമ്പിക്കകത്ത് എങ്ങനെയാണ് കറക്റ്റ് ഇങ്ങനെ കൊരുത്ത് കയറ്റണത്? ഞാൻ കയറ്റുന്നതല്ലേ, പിന്നെ കോഴി തന്നെ വന്ന് കയറുന്നത്. ഞാന് കുറച്ച് ഗ്രീസ് വാരി കമ്പിക്കകത്ത്, എന്നിട്ട് കുറെ നെൽമണിനെ തൊട്ടിച്ച് വെച്ചിട്ട് കോഴി വരുന്നത് കൊണ്ടുവെക്കും. അപ്പൊ ഈ കോഴി വന്നിട്ട് കൊത്തുന്നതും ഈ ഗ്രില്ലിൽ സ്ലിപ്പ് ചെയ്ത് അതിന്റെ ചന്തി കൂടെ കയറി 4 അകത്ത് കയറി. അങ്ങനെയാണ് ഇതെടുത്ത് കൊണ്ടുവെക്കുന്നത്. മനസ്സിലായോ? അത് ഇതും പറഞ്ഞോണ്ടിരിക്കാതെ ആൾക്കാർ വരുമ്പോൾ ഷവർമ്മ അറിഞ്ഞു കൊടുക്കണം. പിന്നെ നല്ല ഷേപ്പിൽ കലാപരമായിട്ടാണ് അരിഞ്ഞു കൊടുക്കേണ്ടത്. കലാപരമായിട്ട് അരിഞ്ഞു കൊടുക്കാനേ. ഇത് ഷവർമ്മയല്ലേ ഉണ്ടാക്കണ? ഞാൻ രവിവർമ്മയൊന്നും അല്ലല്ലോ. പ്രാസം ചേർത്ത് പറഞ്ഞ പ്രാന്ത എന്തോ. ഞാൻ നല്ലൊരു കലാകാരനാ, നന്നായിട്ട് പടം വരയ്ക്കോ. ബുക്കിനകത്ത് ഞാൻ പറഞ്ഞ പടം നോക്കണെടുത്ത എന്തോന്ന് ഒറിജിനാലിറ്റി ആണോ ഇത്? എന്തൊരു പടമാണ് വരച്ചു വെച്ചേക്കണത്? ഒരു പെൺകുട്ടി കോൺ ഐസ്ക്രീം കഴിക്കണ പടം. ഒറിജിനാലിറ്റി ചത്ത കോഴിയെടുത്ത് ഉച്ചയ്ക്ക് അടിച്ചത് ഞാൻ. എന്താണ് കോൺ ഐസ്ക്രീം കഴിക്കല്ല, പീറ്റി വിട്ട ദേശീയ പതാകത്തിൽ പറഞ്ഞ നമ്മുടെ ദീപശിഖ മനസ്സിലായോ? പിന്നെ അല്ലത് നമ്മൾ കുറ്റം പറയണോ. പക്ഷെ ഈ പടം നിങ്ങൾ പൊളിച്ചെണ്ണ. രാജാ രവിവർമ്മ വരച്ച പടം അതേപോലെ വരച്ചു വെച്ചേക്കുന്നത്. ഏത് പടം? ഒരു ചേച്ചി അരയന്നത്തിനെ നോക്കി ഇങ്ങനെ നിൽക്കുന്ന ഒരു ഫേമസ് പടം. അതെങ്കിൽ നീ നേരെ പണഞ്ഞല്ലേ. ഈ ചേച്ചി എന്താണ് ഇങ്ങനെ ആലോചിക്കണത്? അത് അരയത്തിനെ വറക്കണോ പൊരിക്കണോ ആലോചിച്ചോണ്ട് നിൽക്കുക. കൊണ്ട് വെക്കണം അവിടുന്ന്. നീ വരാൻ താമസിച്ചു. ഞാൻ രാവിലെ 6 മണിക്ക് വന്നല്ലോ. നീ 6 മണിക്ക് വന്നപ്പോൾ നിങ്ങൾ ഭാര്യ തമ്മിൽ ഭയങ്കര വഴക്ക്. എടാ, വേറൊരു കാര്യമുണ്ട്. അവള് പറയുന്നത് എനിക്ക് ഇഷ്ടപ്പെടത്തില്ല, ഞാൻ പറയുന്നത് അവൾക്ക് ഇഷ്ടപ്പെടും. എന്റെ പൊന്നണ്ണ, ഭാര്യ ഭർത്താക്കന്മാരെന്ന് പറയുമ്പോ കുറച്ച് ഗിവ് ആൻഡ് ടേക്ക് ഒക്കെ വേണ്ടേ? ആകാശം നിവർത്തില്ല, പിന്നെ എങ്ങനെ ദിവാൻ കോട്ടൊക്കെ വാങ്ങിച്ചിരുന്നത്? ദിവാൻ കോട്ട നിനക്ക് പറയുന്നത്. ചേച്ചി എവിടെ? ചേച്ചി അവള് വിടില്ല. ഇല്ലേ? അവള് നേരം വിളക്കുമ്പോ ഈ പഞ്ചായത്ത് എവിടെയും പ്രസവം ഉണ്ടെങ്കിൽ കുറെ മുട്ട ചേട്ടി കൊച്ചുങ്ങളെ കാണാൻ പോകും. കാരണമുണ്ട്, ചേച്ചിക്ക് പിള്ളേരെന്ന് വെച്ചാ ഉയിര്. ഞാൻ പറഞ്ഞ പോലെ വിളിച്ചു പറയും കേട്ടോ. അതല്ലെന്ന്, ഈ പ്രസവിക്കുന്ന കൊച്ചിന് എന്റെ ഷേപ്പ് ഉണ്ടോ നോക്കാനാ ഇവിടെ കിടന്ന് ഓടുന്നത്. അത് ശരി, അതിനാണ് കിടന്ന് ഓടുന്നത്. ഇന്ന് ആരെണ്ണ പെറ്റത്? ഇന്ന് 4-ാം പാട്ടിൽ ഉഷ പെറ്റി കിടക്കുന്നത്. എങ്ങനെയാണ്? തോട്ടിക്ക് വലിച്ചിട്ടത്. സാധാരണ എങ്ങനെ പെണ്ണുങ്ങൾ പ്രസവിക്കുന്നത് അങ്ങനെ അവരും പ്രസവിച്ചത്. ഉമ്മയല്ല ചേച്ചിക്ക് നിങ്ങളെ സംശയം. നിങ്ങൾ മെനഞ്ഞാന്ന് രാത്രി 12 മണിക്ക് സുഗുവിന്റെ ഭാര്യ നിങ്ങൾ വാട്സാപ്പിൽ മെസ്സേജ് ചെയ്തോ ഇല്ലേ? സുഗു അറിയാം, അവന്റെ സ്വഭാവം അറിയാലോ, കൊന്നുകളയുണ്ട്. എടാ, അതുകൊണ്ടല്ലേ അവൻ വായിക്കുന്നതിന് മുമ്പ് ഡിലീറ്റ് ചെയ്ത് കളഞ്ഞത്. എന്തിനാണ് വായിക്കണതിന് മുമ്പ് ഡിലീറ്റ് ചെയ്തത്? എന്റെ കയ്യക്ഷരം വെച്ച് അവൻ പൊക്കിയാലാ ചിലപ്പോൾ അറിയാൻ പറ്റത്തില്ലല്ലേ. അത് പറഞ്ഞോണ്ടിരിക്കുന്നത് താമസിച്ച കാര്യം. ഞാൻ ഇങ്ങോട്ട് വന്നപ്പോ അല്ലേ പട്ടി കടിക്കാൻ ഓട്ടിച്ചത്, അല്ലെങ്കിൽ പെട്ടെന്ന്
ഒന്നും വരൂല. പണ്ടൊരു പഴഞ്ചൊല്ലുണ്ട്, ഈ ഓടുന്ന പട്ടിക്ക് ഒരു മുഴം മുമ്പേന്ന്. എന്റെ പൊന്നെണ്ണ, പട്ടിക്ക് ഒരു മുഴം 2 മുഴം ഒക്കെ ദൈവം അറിഞ്ഞു കൊടുത്തതല്ലേ, നിങ്ങൾ അതിൽ കിടന്ന് തൂങ്ങാതെ. നീ എന്തായി പറയുന്നത്? എടാ, അതല്ലെന്ന്. എടാ, ഈ പട്ടികൾ ഇങ്ങനെ പെറ്റ് പെരുകുന്നതാണ് നമ്മുടെ സമൂഹത്തിന് ഏറ്റവും വലിയ വിഷയം. അത് correct ആണ്. അങ്ങനെ പട്ടികൾ ഞാൻ ചരവന പെറ്റ് പെരുകാതിരിക്കാൻ പട്ടികൾ നമ്മൾ വന്ധ്യീകരണം ചെയ്യണം. അത് പോയിന്റ്. അറിയാവോ, പൊന്നുപോലെ വളർത്തിയ എന്റെ 12 മക്കളെയാ സ്കൂളിൽ പോയപ്പോ ഈ പട്ടികൾ ചപ്പൻ ചിപ്പം കടിച്ചു വരച്ചത്. 12 പിള്ളേരെ ഇങ്ങേർക്ക്. അപ്പൊ വന്ധ്യംകരണം ചെയ്യാനുള്ളത് പട്ടികളെ അല്ലെണ്ണ. നീ വല്ല പറഞ്ഞാ? ഞാൻ ഒന്നും പറഞ്ഞില്ല. ഒരു ചെറിയ സംശയം കൊണ്ട് ചോദിച്ചോട്ടെ, ഈ പട്ടികൾ മൂത്രം ഒഴിക്കുമ്പോ ഒരു കാലിങ്ങനെ പൊക്കി മതിലിങ്ങനെ ഒരു സപ്പോർട്ട് ചെയ്ത് പെടുക്കൂലേ, എന്ത് കാല് താത്തിട്ടാ പോകൂലേ? നല്ല സംശയം. വേറൊന്നുമല്ല, പണ്ട് ഈ പട്ടി ഒരു മുതുമുത്തച്ഛൻ പട്ടി ഉണ്ടായിരുന്നു. ഈ പട്ടി നിനക്ക് മതിലിനോട് ചേർന്ന് നിന്ന് മൂത്രം ഒഴിച്ചപ്പോ ഈ മതിൽ ഇടിഞ്ഞ് വീണി പട്ടിയുടെ പുറത്ത് പട്ടി അങ്ങ് ചത്ത. അതിനുശേഷം എല്ലാ പട്ടികളും മൂത്രം ഒഴിക്കാൻ നേരത്ത് മതിലിൽ ഇങ്ങനെ കാല് ഒന്ന് സ്റ്റേ കൊടുത്തോണ്ടാണ് മൂത്രം ഒഴിക്കുന്നത്, ഇടിഞ്ഞ് വീഴാതിരിക്കാൻ വേണ്ടി. ഇപ്പൊ നിന്റെ ക്രിമികടി അങ്ങ് തീർന്നാണ്. നേരം വെളുത്തത് ഒരു വക കഴിച്ചിട്ടില്ല. നല്ല വിശപ്പുണ്ട്. എനിക്കൊരു 6 താണ. എന്തോന്ന്? വീശപ്പം ഉണ്ട്. വിശപ്പുണ്ട് പറഞ്ഞു വീശപ്പം ഉണ്ടോ? വിശപ്പുണ്ടെന്നാ പറഞ്ഞത്. ഞാൻ ഇപ്പൊ എന്ത് ചെയ്യണം? പറഞ്ഞ മനസ്സിലായോ? നീ അപ്പുറത്ത് പോയി നല്ല പൊതിച്ചോറുണ്ട്, പൊതിച്ചോറ് വാങ്ങിച്ചോണ്ട് മാച്ചോണ്ട് ചെല്. താണ്ട വണ്ടിയുടെ താക്കോല്. കാർ ഓട്ടിക്ക് അറിയാവോ? കാർ ഓട്ടിക്ക് അറിയാം. ആരെടുത്താണ് പറയണത്? അന്നാ 7 വർഷം ഗൾഫിൽ അറബിയുടെ ഡ്രൈവർ അല്ലായിരുന്നേ. എന്നിട്ട് പിന്നെ പോരുന്നുണ്ട്. ക്ലച്ച് പിടിച്ചില്ല അണങ്ങി വന്നു. അറബി പൈസ തരത്തില്ല. അതല്ലെന്ന്, വണ്ടി ഓട്ടിച്ചോണ്ട് പോയപ്പോ ക്ലച്ച് പിടിച്ചില്ല. നേരെ ചെന്നൊരു മതിലിടിച്ച് ബാക്കി ഇരുന്ന അറബിയുടെ ഒരു സൈഡ് എടുത്തോണ്ടെന്ന്. അപ്പൊ നിനക്ക് ലൈസൻസ് കട്ടാക്കി കളയത്തില്ല. അതിന് ലൈസൻസ് ഉണ്ടെങ്കിലല്ലേ കട്ടാക്കാൻ പറ്റുള്ളൂ. ലൈസൻസ് ഇല്ലേ? ഇല്ല. പിന്നെ അങ്ങനെ വണ്ടി ഓടിച്ചു? ഒരു ഊഹം വെച്ചങ്ങ് ഓട്ടിക്കും, അത്ര വണ്ടിയുടെ താക്കോലും ഞാൻ. എടാ, പൊതിച്ചോറില്ലെങ്കിൽ എന്റെ തലമണ്ട അടിച്ചോട്ട് ഞാൻ തലച്ചോറ് വാരി തിന്നു. അയ്യോ അണ്ണാ, ഒരു കടന്തൽ കുത്തിയാണോ നോക്കണ? എടാ, അവിടെ കടന്തൊക്കെ ഞാൻ പറയാൻ വിട്ടുപോയി. കുഴപ്പമില്ല, ഞാൻ കുത്തിയതിന്റെ പുറത്തെ കുറച്ച് ഓയിൽമെന്റ് തേച്ചാൽ മതി പിക്കോളും. അതങ്ങനെ കുത്തിയിട്ട് പറഞ്ഞില്ല, ഇനി അതിന്റെ പുറത്ത് അങ്ങനെ ഓയിൽമെന്റ് കൊണ്ടിട്ട് തേക്കണത്. എടാ, നിന്നെ കടന്തലല്ല കരിമൂർക്കനാ കഴിക്കേണ്ടത്. അയ്യോ അണ്ണാ, വാട്സാപ്പിൽ മെസ്സേജ് വന്ന്. മെസ്സേജ് വന്ന് ഷവർമ കഴിച്ച് 10-17 പേര് ആശുപത്രിയിലെന്ന്. കച്ചവടം പൊളിഞ്ഞ്. ലോൺ എടുത്താണ് ഇതെല്ലാം കൂടെ തുടങ്ങിയത്. ഇനിയിപ്പോ ഇതിന്റെ ചൂടൻ നാറ് തീർന്നിട്ട് ഇതെല്ലാം വാങ്ങിക്കാൻ പറ്റത്തുള്ളൂ. അതുവരെ ഈ സാധനമല്ല ഞാൻ വെട്ടിമൂടണമല്ല. വെട്ടിമൂടണ്ട, ആ ബോർഡൊന്ന് മാറ്റി എഴുതിയ പ്രശ്നം തീർന്നില്ലേ? കട അവധിയുന്നോ? അങ്ങനെയല്ല, ഒരു ഷവർമ വാങ്ങുന്നവന് 10 കുബൂസ് ഫ്രീ എന്ന് എഴുതി വൈ. ഫ്രീയാ? മനസ്സിലായില്ല അണ്ണാ. ഓഫർ കണ്ടാ വീടാത്ത മനുഷ്യരുണ്ടാണ്. എന്നാ പിന്നെ സമയം കാണാൻ വെട്ടി കേട്ടില്ല 10 കോഴിയെ. ഓക്കേ. യെസ്, അപ്പൊ ടീം ടോം ആൻഡ് ജെറി അങ്ങനെ ഷവർമ കടയുടെ കാര്യത്തിൽ തീരുമാനമായി. പക്ഷേ ഓഫറൊക്കെ നമുക്ക് വെച്ചേക്കുന്നോണ്ട് ആ ഓഫറിൽ അവര് വീണിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ളത് നമുക്കറിയില്ല. എന്ത് തോന്നുന്നു? നോക്കട്ടെ. ഇപ്പൊ ആരുടെ അടുത്ത് ചോദിക്കണം? ദേവി ചേച്ചി ഉണ്ട്, ഷാജൻ ചേട്ടൻ ഉണ്ട്, നാദിക്കുണ്ട്. ഇരിപ്പ് കണ്ടിട്ട് ആരോട് ചോദിക്കണം? പോസിറ്റീവ്. ശരി, അപ്പൊ ദേവി ചേച്ചിയിൽ നിന്ന് തുടങ്ങാം. പറഞ്ഞോളൂ ദേവി ചേച്ചി. ടോം ആൻഡ് ജെറി നന്നായിരുന്നു, ഉഷാറായിരുന്നു, അടിപൊളിയായിരുന്നു. ശരിക്കും ചില കൗണ്ടറിനൊക്കെ നമ്മൾ അറിയാതെ ചിരിച്ചു പോയി. ഇവന്റെ പ്രസവം എടുക്കുന്ന ആ സെഗ്മെന്റ് ഒക്കെ വളരെ രസകരമായിരുന്നു. പിന്നെ എനിക്ക് തോന്നുന്നു ഈ പറഞ്ഞു കൂട്ടാനുള്ള ഒരു ധൃതി ഉണ്ടല്ലോ. അയ്യോ സമയം തീർന്നു, എത്ര അയ്യോ ആ കൗണ്ടർ പറഞ്ഞില്ല, അപ്പൊ ഇത് പറയണം. ഭയങ്കര ഫണ്ണായിരുന്നു, സ്പീഡായിരുന്നു, എല്ലാ കാര്യങ്ങളും നിങ്ങൾ പിന്നെ ഓർഗനൈസ്ഡ് ആയിരുന്നു. ഈ നിങ്ങളുടെ ആക്ടിവിറ്റീസ് ഒക്കെ ചില സ്കിറ്റുകൾ ചെയ്യുമ്പോഴത്തേക്ക് നമ്മൾ ചുമ്മാ നിന്ന് കൗണ്ടർ പറയാതെ അതിൻ്റെ ഇടയിൽ ആക്ടിവിറ്റീസ് നടക്കുന്നുണ്ടായിരുന്നു. പ്ലാവലെടുക്കുന്നു, അത് കുത്തുന്നു, എല്ലാം രസം. പിന്നെ സ്കൂളിൽ പോയ 16 എത്ര കുട്ടികൾ? 12 പിള്ളേരോ? കോഴിക്കുഞ്ഞുങ്ങളായിരുന്നു ഉദ്ദേശിച്ചത്. സജിയുടെ സ്വഭാവത്തിന് അത് കുറവാ. അപ്പൊ അത് ഞങ്ങൾക്ക് സർപ്രൈസ് ആയിരുന്നു. 12 അവിടെ ചോദിച്ച പോലെ തന്നെ. പക്ഷെ രസമായിരുന്നു, മൊത്തത്തിൽ ഫണ്ണായിരുന്നു. ആശ്വാസമായല്ലേ? ശരി, ഇനി നമുക്ക് ഷാജൻ ചേട്ടനിലേക്ക് പോവാം. ടോം ആൻഡ് ജെറി നന്നായിരുന്നു. എനിക്ക് കൂടുതൽ ഇഷ്ടപ്പെട്ടത് നമ്മൾ ഈ സ്കിറ്റിൽ ഇതുവരെ കാണാത്ത ഒരു പ്ലാറ്റ്ഫോമാണ് നിങ്ങൾ കൊണ്ടുവന്നത്, ഈ ഷവർമ കട. അങ്ങനെ ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല. അപ്പൊ അതിന്റെ കുറെ തമാശകൾ നമ്മൾ ഇതിങ്ങനെ കാണുമ്പം ഇതിനകത്ത് കുറേ തമാശകളൊക്കെ ഉൾപ്പെടുത്താലോ എന്ന് നമ്മൾ പലപ്പോഴും ചിന്തിച്ചിട്ടുണ്ട് ഇത് മേടിക്കാൻ പോകുമ്പോഴൊക്കെ. അങ്ങനെയുള്ള കുറേ തമാശകൾ നിങ്ങൾ ഇതിനകത്ത് കൊണ്ടുവന്നു. നല്ല സ്പീഡ് ഉണ്ടായിരുന്നു. പക്ഷെ എനിക്ക് ഒറ്റ കാര്യമുള്ളൂ, കുറേ തമാശകൾ നിങ്ങളിങ്ങനെ കോർത്ത് വെച്ചിട്ട് അത് പെട്ടെന്ന് പറഞ്ഞു തീർക്കാനുള്ള ഒരു ധൃതി പോലെ ഫീൽ ചെയ്തു. കുറച്ച് ലൈഫ് എവിടേക്കോ ഒന്ന് കുറഞ്ഞതുപോലെ എൻ്റെ പേഴ്സണൽ ഇതാണ് കേട്ടോ. നിങ്ങൾ രണ്ടുപേരും ഉഗ്രൻ ആർട്ടിസ്റ്റുകളാണ്, നമുക്കറിയാം നിങ്ങൾ രണ്ടുപേരും ഉഗ്രൻ പെർഫോമേഴ്സ് ആണെന്ന്. അപ്പോൾ കുറച്ചുകൂടി ലൈഫ് കൂടെ ഉണ്ടായിരുന്നെങ്കിൽ അതിപ്പോൾ എനിക്ക് തോന്നുന്നു ഇവിടുത്തെ ടൈമിൻ്റെ ഇതിനുള്ളിൽ നിർത്താനുള്ള ഒരു തത്രപ്പാടുകളുണ്ടെന്ന് എനിക്കറിയാം. എന്തായാലും കുറേ നല്ല തമാശകൾ ഉണ്ടായിരുന്നു. മറ്റേ പി.ടി. ഉഷയുടെ ദീപശികയും കാര്യങ്ങളും ഒക്കെ നമ്മളിങ്ങനെ വിഷ്വലി കാണുമ്പോൾ തന്നെ നമുക്ക് ചിരി വരുന്ന കുറേ കാര്യങ്ങളുണ്ട്. എന്തായാലും നന്നായിരുന്നു. ഓൾ ദ വെരി ബെസ്റ്റ്. താങ്ക് യു. ഇനി നമുക്ക് നാദിക്കയോട് ചോദിച്ചറിയാം. അല്ല, കാശ് കിട്ടാനുള്ള ഓട്ടത്തിന് പി.ടി. ഉഷയുടെ ഓട്ടത്തിനൊക്കെ സ്പീഡ് ഉണ്ടായിരുന്നു. കാരണം അതുകൊണ്ട് ഈ നമുക്ക് അറിയാലോ ഇതിന്റെ കൗണ്ടറുകൾ മിസ്സായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെ ഏതൊക്കെ കൗണ്ടർ അടിച്ചു കഴിഞ്ഞാൽ ക്യാഷ് അടിക്കും എന്നുള്ള കൃത്യമായിട്ട് അറിയാവുന്ന രണ്ടുപേരാണ്. ആ രണ്ടുപേരും നിന്ന് കളിക്കുമ്പോൾ മറ്റു നേരത്തെ ഷാജോൻ പറഞ്ഞ പോലെ അഭിനയത്തിന്റെ സംഭവമൊക്കെ വിട്ട് നമുക്ക് ക്യാഷ് മതി. പിന്നെ
അഭിനയിച്ച് ഫലിപ്പിച്ചിട്ട് പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല എന്നുള്ള മനസ്സിലായി. അപ്പൊ ആ ക്യാഷ് അടിക്കാനായിട്ടുള്ള സ്പീഡ് നിങ്ങൾക്ക് ഗുണം ചെയ്തിട്ടുണ്ട്. പിന്നെ അതിനേക്കാൾ ഉപരി എനിക്ക് ഇത്രയും തമാശകൾ പറഞ്ഞിട്ട് അതിന്റെ വെരി എൻഡിൽ കൊണ്ടുവന്നിട്ട് ഒരു നല്ലൊരു സന്ദേശം, അതായത് മലയാളിയുടെ കൃത്യമായിട്ടുള്ള സ്വഭാവം അതിനൊന്ന് ട്രോളേഡ് ചെയ്തിട്ടുണ്ട്. കാരണം എന്തൊക്കെ ചെയ്താലും എന്തൊക്കെ കുഴപ്പമുണ്ടെങ്കിലും കുറച്ച് സംഭവങ്ങൾ നമ്മൾ അഡീഷണൽ ഓഫർ കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെ ചെന്ന് മലയാളി ചാടി വീഴും എന്ന് പറയുന്നതിന്റെ ഒരു കൃത്യമായിട്ടുള്ള ഒരു ട്രോളും കൂടി അതിനകത്ത് ഉൾപ്പെടുത്താൻ ശ്രമിച്ചതിന്റെ ഒരു ബ്രില്യൻസ് കൂടി ഉണ്ട്. ഓൾ ദ വെരി ബെസ്റ്റ്. സൂപ്പർ. അപ്പൊ നാദിക ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു നിങ്ങൾ ഇട്ട എഫേർട്ടിന്റെ അത് ഇവിടെ കാണാനുണ്ടെന്നുള്ളത്. അപ്പൊ അതുപോലെ തന്നെ നിങ്ങൾക്ക് പൈസയും കിട്ടിയിട്ടുണ്ടാവോ? കൗണ്ടർ മണി നേടിയിട്ടുണ്ടാവോ? എത്രത്തോളം നേടിയിട്ടുണ്ടാവും? അപ്പൊ എത്രയാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത് എന്നുള്ളത് നോക്കാം. തിരിഞ്ഞു നോക്കിക്കോളൂ. 46,000 ആണ് നിങ്ങൾക്ക് ലഭിച്ചിരിക്കുന്നത്. ഇനി അത് തരാൻ ഒരാൾ വരും. അല്ലല്ല, ഓരോരുത്തർക്ക് വർക്ക് തീർക്കട്ടെ, അല്ലാണ്ട് എങ്ങനെയാ ശരിയാവണേ? ഇപ്പൊ ചാനലുകാരിങ്ങ് വിട്ടേക്കുവാ. അതെ അതെ, പറയാം. ഹലോ ഹായ് സർ. ഹായ്. ഹലോ ഹലോ. അറിയാം. ദേവി ചന്ദനയാണോ കുങ്കുമാണോ അതോ ഭസ്മമാണോ എന്താണ്? ഇപ്പൊ തൽക്കാലം ചന്ദനയാണോ? എനിക്കറിയാം. ഹായ് സാർ, എനിക്ക് മനസ്സിലായി. എന്റെ വിസിറ്റിംഗ് കാർഡാണ്. ഓക്കെ, ഇതാണോ സർ വിസിറ്റിംഗ് കാർഡ്? അല്ല, ഇതിലൊന്നും ഇല്ല ആക്ച്വലി. അല്ല, അതില് നിങ്ങൾ വായിച്ചു കഴിഞ്ഞപ്പോ ഞാൻ അവിടെ നിന്ന് പിടുത്തം കിട്ടൂലേ? അപ്പൊ പിന്നെ എനിക്ക് ഡയലോഗ് ഉണ്ടാവില്ല. ശരി, അപ്പൊ സാറ് പറയണം സാർ ആരാണെന്ന്. ഞാനൊരു ഇവന്റ് മാനേജ് ഗ്രൂപ്പിന്റെ MD ആണ്. ഓക്കെ, നിങ്ങൾക്ക് എന്ത് ആവശ്യം ഉണ്ടെങ്കിലും എന്നോട് പറഞ്ഞാൽ മതി. എന്ത് ആവശ്യം ഉണ്ടെങ്കിലും എന്ത് വേണമെങ്കിലും പറഞ്ഞാൽ മതി. ഒന്ന് ടോയ്ലറ്റ് പോകും. ഞാൻ പോകാം. ഇപ്പൊ എന്താവശ്യം ഉണ്ടെങ്കിലും നിങ്ങളിപ്പോ ഇവിടെ നിന്ന് കുറച്ച് പുഴുത്തില്ലേ? അപ്പൊ ഞാൻ നിന്ന് പുഴുക്കാൻ എനിക്ക് പൈസ തന്നാ മതി. അവിടെ വേണമെങ്കിലും ഞാൻ വന്നിരിക്കാം. ഞാൻ പറയാം, എല്ലാം പുഴുങ്ങും ഞാൻ. അതെ അതെ. അല്ല, ഈവന്റ് മാനേജ്മെന്റ് എന്ന് പറയുമ്പോ എല്ലാ കാര്യങ്ങളും നോക്കി നടത്തുന്ന ഒരാളാണ്. കല്യാണമായിക്കോട്ടെ, അടിയന്തരമായിക്കോട്ടെ, ജനനമായിക്കോട്ടെ, മരണമായിക്കോട്ടെ, എല്ലാം ഒരു വീട്ടിൽ ആവശ്യമുള്ള എല്ലാ കാര്യങ്ങളും ഈവന്റ് മാനേജ്മെന്റ്. എന്തായിട്ട് സർ? അല്ല, ഒരാൾ എന്നെ ഫോളോ ചെയ്യുന്നുണ്ടേ, അതാണ്. ആരാ? ഒന്നുമില്ല, ഇന്നലെ ഒരു വീട്ടിലെ ഒരു കറവ പശു ചത്തുപോയി. അപ്പൊ എന്നോട് പറഞ്ഞു അത് അവർക്ക് കണി കണ്ട് ഉണരണം പശുവിനെ. അപ്പൊ ഞാൻ പറഞ്ഞു ഞാൻ നിക്കാം. 1000 രൂപ അച്ഛൻ മേടിച്ച് കറവ പശുവായിട്ട് നിൽക്കുമായിരുന്നു രാവിലെ. ഒരു കണിയും കൊണ്ട് പോയി. പക്ഷേ ഒരു കുറ്റിപ്പാത്രമായിട്ട് ബീഡിയും വലിച്ച ഒരാൾ വന്നെ ഞാൻ കണ്ടു, കറവക്കാരൻ. കൂടെ ഞാൻ വിട്ടുകൊടുന്ന്. അങ്ങനെ ചിലർക്ക് മിസ്റ്റേക്ക് പറ്റും. ഞാൻ പിന്നെ മരണ വീട്ടിലൊക്കെ ബോഡി ആയിട്ട് കിടക്കും കേട്ടോ. ബോഡി ആയിട്ട് കിടക്കും. ഇപ്പൊ വിദേശത്ത് നിന്നൊക്കെ ഒരാൾ മരിച്ചെങ്കിൽ ഡെഡ് ബോഡി വരാൻ താമസിക്കൂലേ? അപ്പൊ ഞാൻ കിടക്കും. അവിടെയുള്ളവർക്ക് ഈ കരയാനുള്ള ആൾക്കാരെയൊക്കെ എല്ലാം ഞങ്ങൾ ബോഡിയായിട്ട് കിടക്കും. പക്ഷെ ചെത വെക്കുന്ന ബോഡി കളയും. അതെല്ലാം ഇപ്പൊ നമ്മുടെ പണി പാളും. ഇപ്പൊ എങ്ങനെയാണ് നമ്മുടെ ഈവന്റ് മാനേജ്മെന്റിലെ വർക്ക്സ് ഒക്കെ നന്നായിട്ട് കുറവാണ്. സ്കൂള് തുറന്നിപ്പോ ഇത്ര ആയല്ലോ. സ്കൂള് തുറക്കുമ്പോഴാ സീസൺ. സാർ പഠിപ്പിക്കുന്നുണ്ട്, ടീച്ചർ. നമ്മൾ ഈ സ്കൂളിൽ കുട്ടികളൊക്കെ പോകുമ്പോഴേ ചില മടികാരണം പോകാണ്ടിരിക്കുമല്ലോ. അപ്പൊ രക്ഷകർത്താക്കളെ വിളിച്ചോണ്ട് വരാൻ പേരൻസ് പറയും. അപ്പൊ ഞാനാണ് രക്ഷകർത്താവായിട്ട് മിക്കവരും പോകുന്നത്. ഒരു സ്കൂളിൽ തന്നെ 19 പ്രാവശ്യം പോകും. കഴിഞ്ഞ ദിവസം ഒരു അബദ്ധം പറ്റി. അപ്പൊ ഒരു കുട്ടി എന്നെ ഫോൺ വിളിച്ച് പറഞ്ഞു രക്ഷകർത്താവായിട്ട് പോകാൻ. ഞാൻ പറഞ്ഞു ഓക്കെ റെഡി. ഞാൻ ചെന്നപ്പോ എന്റെ മകൻ തന്നെയാ. അപ്പൊ ടീച്ചർ അവനോട് ചോദിക്കുകയാണ് നിനക്ക് എത്ര തന്തമാരുണ്ടോ? അവിടെ ചെറുതായിട്ടൊന്ന് ബ്ലീച്ചായി ഇങ്ങ് പോകുന്നു. അങ്ങനെ ഓരോരോ ഇതാ ഇവിടെ ചെറുതായിട്ട് ബ്ലീച്ചായി തുടങ്ങി. കമ്മിറ്റിക്കാര് പറഞ്ഞു വിട്ടാ ഈ ചാനലുകാര് പൈസ കൊടുക്കണോന്ന്. രണ്ടുപേരും കൂടെ പിടിച്ചോ പൈസ. ഇത് ഒറിജിനൽ ആണല്ലേ? കാര്യങ്ങളൊക്കെ ഡീൽ ചെയ്യുന്നൊക്കെ ഡീസന്റ് ഇവിടുന്ന് തന്നു വിട്ടതല്ലേ? കമ്മീഷൻ ഉണ്ടല്ലോ. നേരെ വരുമല്ലോ. ഹലോ ഹലോ. വരാം. എവിടെ? ശരി. അവർക്ക് വർക്ക് കിട്ടി. ഒരു ചെറിയ വർക്കുണ്ട്. ഫാമിലിയിൽ നിന്ന് ടൂർ പോകുന്നു. അപ്പൊ അവിടെ പട്ടി ചത്തു. അവരുടെ കൂട്ടി കിടന്ന് 2 ദിവസം കുറയ്ക്കണം. അല്ല, അതെന്നാന്നറിയാമോ? അവൻ ഇച്ചിരി ഓവറിലേക്കാ. എന്റെ കൂട്ടത്തിൽ എനിക്ക് ആളെ വേണം. നമുക്കൊരു കാര്യം ചെയ്യാം. നമുക്ക് വൈൻഡപ്പ് ഒക്കെ പറഞ്ഞിട്ട് ഷാർമയൊക്കെ കഴിച്ച് നമുക്കൊന്ന് അടിച്ചു പൊളിക്കാം. ഓക്കെ, അപ്പം എങ്ങനെയുണ്ട്? നമ്മളൊന്ന് വൈൻഡപ്പ് ചെയ്താലോ? പിന്നെ എന്റെ ഇന്നത്തെ അടിമഖണ്ഡ് എന്നുള്ളത് ഒഫീഷ്യലി എൻഡ് ചെയ്യുകയാണ്. ഇന്ന് ഞാൻ ഫ്രീ ആവുകയാണ്. പക്ഷെ ഇവിടെ ഒരു ചെറിയ പരിപാടി ഉണ്ട്. ഇനി എന്താ ഒരു ഗ്ലാസ് വെള്ളം വേണമായിരുന്നു. ശരി, അപ്പൊ എന്തായാലും പ്രേക്ഷകർ ഒരു ചെറിയ പണിയും കൂടെ എനിക്ക് ചെയ്തു കൊടുക്കാണ്ട്. അതെന്തായാലും തൽക്കാലം ഞാൻ നിങ്ങളുടെ മുന്നിൽ വൈൻഡപ്പ് ചെയ്ത് നല്ല ജാടയിൽ ബൈ പറഞ്ഞ് ഞാൻ അവിടെ പോയി പണിയെടുക്കാൻ പോവാണ്. ബൈ മാസ്റ്റേഴ്സ്, ബൈ വ്യൂവേഴ്സ്. നമുക്ക് അവിടെ പോയി നമുക്ക് താങ്ക്സ് അവിടെ വെള്ളം എടുത്ത് കൊടുക്കാനുണ്ട്. അറിയത്തില്ല, നമുക്ക് വെള്ളം കൊടുക്കാം. ഒരു ബോട്ടിൽ വെള്ളം പ്ലീസ്.